അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിത രഹസ്യങ്ങൾക്ക് സാക്ഷിയായ, നമ്മെക്കുറിച്ച് നമ്മെക്കാളും അറിയുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായും അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ വിരോധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് ഈ ഒരു പരിപാടിയുടെ ആമുഖമെന്നോണം എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഫെബ്രുവരിയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ഒരു യൂത്ത് കോൺഫറൻസിൻ്റെ പ്രബോധന പരിപാടികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒട്ടനവധി ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തസ്ഫിയ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ കോട്ടോപ്പാടത്തും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പൊതുവെ ഈ അടുത്ത കാലങ്ങളിലെല്ലാം പ്രഭാഷണങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണുള്ളത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ നിന്ന് എല്ലാ മതവിഭാഗങ്ങളുടെയും മതസംഘടനകളുടെയും പ്രഭാഷണങ്ങൾ ആളുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാ സംഘടനകളുടെയും പണ്ഡിതന്മാർ എല്ലാവരുടെയും പണ്ഡിതന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എവിടെയെങ്കിലുമൊക്കെ പ്രഭാഷണങ്ങൾക്ക് ചെന്നാൽ അവിടുത്തെ മുജാഹിദ് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാകുമെന്നതിൽ കവിഞ്ഞ് ആരും അത്തരം പ്രഭാഷണങ്ങളെ മറ്റു സംഘടനകളും മറ്റു വിഭാഗങ്ങളുമൊന്നും അത് പരിഗണിക്കാറില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ഇവിടേക്കുള്ള യാത്രക്കിടയിൽ കയറി നമസ്കരിച്ച പള്ളിയുടെ നിസ്കരിച്ചിറങ്ങുമ്പോൾ അവിടുത്തെ ഇമാം എന്നോട് സലാം പറഞ്ഞ് കൈ തന്ന് എന്നോട് ചോദിച്ചു, ഹാരിസ് അല്ലേ? എനിക്കതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. സാധാരണ ഒരു മുജാഹിദ് പള്ളിയല്ലാത്ത പള്ളിയിൽ ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ആളുകളൊക്കെ എന്തോ ഒരു അപൂർവ ജീവിയെപ്പോലെ നോക്കിയിരുന്നൊരു കാലം കടന്നുപോയെന്ന് മാത്രമല്ല, അത്ര സൗഹൃദത്തിലും സ്നേഹത്തിലും സലാം പറഞ്ഞു വരുന്ന ഒരു പള്ളിയിലെ ഇമാമിനെ ഇന്നെൻ്റെ മഗ്‌രിബിൻ്റെ അനുഭവമായി വന്നപ്പോൾ ഒരു പുതിയ സാഹചര്യം, എല്ലാ നന്മകളെയും കേൾക്കുവാനും എല്ലാ നല്ലതും സ്വീകരിക്കുവാനുമുള്ള ഒരു സന്മനസ്സ്
ഈ പുതിയ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നതിലേറെ സന്തോഷമുണ്ട്. ആഴ്ചകൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു മലപ്പുറം വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെ നമസ്കാര സമയമായപ്പോൾ ഒരു പള്ളിക്ക് മുന്നിൽ നിർത്തി അവിടുത്തെ ഇമാം അസ്ർ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അദ്ദേഹത്തിൻ്റെ ദിക്റും ദുആയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഓടി വരുന്നുണ്ട്. വന്ന് പരിചയപ്പെട്ടു, പേര് ചോദിച്ചു, ബന്ധങ്ങൾ പുതുക്കി, നാട് പറഞ്ഞു, നാടിനെക്കുറിച്ച് പറഞ്ഞു, നാട്ടുകാരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുളിർ ചൊരിയുന്ന അനുഭവങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ കോട്ടോപ്പാടത്തും മുജാഹിദുകളല്ലാത്ത ഒട്ടനവധി ആളുകൾ ഈ ശബ്ദങ്ങളെ കാതോർക്കുന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ദീനിൻ്റെ രംഗത്ത് നന്മകൾ പകർന്നു നൽകുവാനും നന്മയോടൊപ്പം നിൽക്കുവാനും നന്മയുടെ പ്രബോധനത്തിൽ ഭാഗവാക്കാകുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നാം സംഘടിപ്പിക്കുന്ന പരിപാടികളും അവിടെ നടത്തുന്ന ഓരോ വാക്കുകൾക്കും നാളെ ന്യായവിധി നാളിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും മനോദുഃഖങ്ങളെയും എല്ലാം കരുണാവാരിധിയായ അള്ളാഹു നമുക്ക് ശിഫയാക്കി തരട്ടെ. അതെല്ലാം നീക്കി നമുക്ക് ഓരോരുത്തർക്കും സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിശ്വാസികളാണ്. വിശ്വാസം കൊണ്ടൊരു വിശ്വാസി എന്ന നിലക്ക് വിശ്വാസിയല്ലാത്ത ഒരാൾ അയാൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒട്ടനവധി സന്തോഷങ്ങളും ഒട്ടനവധി ഗുണങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്കുണ്ട്. കാരണം ഇസ്ലാമിൽ തന്നെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശ്വാസിയോടെ ഇസ്ലാം വല്ലതും കൽപ്പിക്കുന്നുള്ളൂ. വിശ്വാസം ഉറപ്പിക്കാത്ത ഒരാളോടും ഒന്നും പ്രവർത്തിക്കാൻ ഇസ്ലാം പറയുന്നില്ല. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഒരു യാത്രികൻ, താമസിക്കാൻ ഹോട്ടലുകളില്ല, അതേപോലെ തന്നെ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ, സത്രങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ അവരൊരു ടെൻറ്റ് വലിച്ചു കെട്ടും. ആ ടെൻറ്റിനുള്ളിലാണ് ഉറക്കം, ആ ടെൻറ്റിനുള്ളിലാണ് ഭക്ഷണം. പക്ഷേ ടെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത്, ആദ്യം ടെൻറ്റിൻ്റെ ആണികൾ ഏറ്റവും ശക്തമായി ഭൂമിയിൽ ഉറപ്പിച്ചു വെക്കണം. എന്നിട്ടതിൽ കയറ് വലിച്ചു കെട്ടിയില്ലെങ്കിൽ മരങ്ങളില്ലാത്ത മരുഭൂമിയിലെ കാറ്റിൽ ഒരു പക്ഷേ ടെൻറ്റ് പറന്നുപോകും, വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം ഉറപ്പിക്കേണ്ടത് ടെൻറ്റിൻ്റെ ആണികളാണ്. പറഞ്ഞു പോകാതെ അടിച്ച് നിലത്ത് മേടി ഉറപ്പിച്ച് എത്ര ശക്തമായ കാറ്റു വന്നാലും പാറിപ്പോകില്ലെന്ന് ഉറപ്പിക്കണം ആദ്യം. അതുതന്നെയാണ് ഇസ്ലാമിലും ഉള്ളത്. ഈമാൻ ഉറക്കാത്ത ഒരാൾക്കും ദീന് കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല സുഹൃത്തുക്കൾ, ഒരു ഗുണവും കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ പറഞ്ഞു, ഡോക്ടറെ കണ്ട് റിസൾട്ട് വന്ന് ക്യാൻസർ ആണല്ലോ എന്ന് മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അങ്ങനെയുണ്ട്, പറയേണ്ടിയിരുന്നില്ലെന്ന് അഭിപ്രായമുണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞു. അതുവരെ ഞാൻ കാണാത്ത ഒരു വാപ്പയെയാണ് ഞാൻ കണ്ടത്. ഒരു വല്ലാത്ത പരിഭ്രാന്തി, വല്ലാത്തൊരു പരിഭ്രമം. നമ്മളൊക്കെ എന്താകുമെന്ന് അറിയില്ല. പക്ഷേ സുഹൃത്തുക്കൾ, അതിൻ്റെ കടലാസിൽ എഴുതപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട 63-ാമത്തെ വയസ്സ് ഒരു ജനുവരി മാസത്തിൽ ഡയഗ്നോസ് നടക്കുമ്പോൾ ഞാനൊരു ക്യാൻസർ രോഗിയായിരിക്കും എന്നത് എൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വിധിയാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് വിധിക്കാത്തതൊന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എന്ത് പേടിക്കാനാണ് സുഹൃത്തുക്കളെ. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു നിനക്കൊരു ബുദ്ധിമുട്ടിനെ ബാധിപ്പിച്ചാൽ, അത് രോഗമാകാം, കടമാകാം, ദാരിദ്ര്യമാകാം, മനപ്രയാസമാകാം, ശാരീരികമായ അസ്വസ്ഥതകളാകാം, ഉറ്റബന്ധുക്കളുടെ വേർപാടാകാം, നിനക്കൊരു ബുദ്ധിമുട്ട് റബ്ബ് വരുത്തി വെച്ചാൽ, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അവനല്ലാതെ അതിനെ നീക്കിത്തരാൻ ഒരാൾക്കും സാധ്യമല്ല. വഇൻ യുരിദ്ക ബിഖൈരിൻ, ഒരു നന്മ അവൻ നിനക്ക് വരുത്തണമെന്ന് വിചാരിച്ചാൽ,
ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവൻ്റെ ഔദാര്യത്തെ തടുക്കാൻ, അവൻ നിനക്ക് കൊണ്ടുതരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ, കാരുണ്യങ്ങളെ തടസ്സപ്പെടുത്താൻ ആർക്കു പറ്റും? അങ്ങനെ ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അവൻ്റെ അടിമകളിൽ അവൻ ആർക്കുദ്ദേശിക്കുന്നുവോ അവൻ്റെ വിധിയും അനുഗ്രഹങ്ങളും തീരുമാനങ്ങളും അവനിലേക്ക് വന്നെത്തിച്ചേർന്നിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്കത് വായിക്കുമ്പോൾ എന്ത് ചാഞ്ചല്യ ഉണ്ടാകണം തരൂ? ഈമാൻ കുറ്റി, ആ ടെൻറ്റിൻ്റെ കുറ്റി ഉണ്ടല്ലോ, അത് ഉറക്കണം. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ മക്കത്ത് ആകെ 23 കൊല്ലം കിട്ടിയിട്ട് 13 കൊല്ലം മക്കത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത് വരെ. ആ 13 കൊല്ലം 5 നേരം നിസ്കാരം നിർബന്ധാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെക്കാളും പ്രധാനപ്പെട്ട ഒരു അമലുണ്ടോ ഇസ്ലാമിൽ? അപ്പം ഇതിപ്പോൾ നിസ്കാരം പറയാൻ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞൂടെ? നമ്മളൊക്കെ മുസ്ലിമായ ഒന്നാമത്തെ ദിവസം നിസ്കാരമല്ലേ തുടങ്ങുക? ഇന്നൊരാൾ ഷഹാത്ത് കലിമ ചൊല്ലി നമ്മളെന്താ പറയുക? ഒരു സുബ്ഹാനല്ലെങ്കിലും ചൊല്ലി നിസ്കാരം തുടങ്ങുന്നതാ പറയാ. ഇതാ പരിശുദ്ധ റമദാൻ സമാഗതമാകാൻ പോകുന്നു. നോമ്പ് എന്നാണ് സുഹൃത്തുക്കളെ വന്നത്? ഹിജ്റ 2-ാം വർഷം മദീനത്ത് ചെന്നിട്ട് അന്നാ നോമ്പ് വരുന്നത്. ഇപ്പം നോമ്പ് നോൽക്കാത്തൊരു 13 കൊല്ലങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, റമദാൻ നോമ്പില്ലാത്തൊരു 13 കൊല്ലം, 5 നേരത്തെ നമസ്കാരമില്ലാത്ത, മറ്റു നമസ്കാരങ്ങൾ മാത്രമുള്ളൊരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ നിസ്കാരം നോമ്പൊന്നും അപ്രധാനമല്ല. ആരാ ഇത് ചെയ്യേണ്ടത്? ഈമാനുള്ളവനാണ്. ഈമാൻ ശരിയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിക്കുന്നു, അവർ അവിടെ നമസ്കാരത്തിൽ ഭക്തി കാണും. അപ്പോൾ ആർക്കാ നിസ്കാരം? വിശ്വാസിക്കാ നിസ്കാരം. ആർക്കാ നോമ്പ്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തഷ്കുറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ആർക്ക്? വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മുസ്ലിമാകുക മുഅ്മിനാകുക അങ്ങനെ രണ്ടുണ്ടോ? നമ്മളൊക്കെ വിശ്വാസികൾ തന്നെയല്ലേ എന്ന ആളുകൾ ചോദിക്കും. എന്നാൽ സുഹൃത്തുക്കൾ, അത് ശരിയല്ല. ശരിയല്ല എന്നാ ഖുർആൻ പറയണത്. കാലത്തിൽ ഇസ്ലാം ഇങ്ങനെ വളർച്ച പ്രാപിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിയപ്പോൾ കണ്ടമാനം ഗ്രാമവാസികൾ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പം അല്ലാഹ് പറയാണ്, കാലത്തിൽ ഗ്രാമീണരായ അറബികൾ ഞങ്ങൾ മുഅ്മിനുകളാണെന്ന് പറഞ്ഞു. കുല്ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല, മുഅ്മിനുകളായിട്ടില്ല. വലാകിൻ ഖൂലൂ അസ്ലംനാ, ഞങ്ങൾ മുസ്ലിമായി എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ മുഅ്മിനായി എന്ന് നിങ്ങൾ പറയരുത്. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ആ ഈമാൻ കടന്നു ചെന്നിട്ടില്ല, വിശ്വാസം കടന്നു ചെന്നിട്ടില്ല, വിശ്വാസത്തിൻ്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ ഉണ്ടായിട്ടില്ല, വിശ്വാസിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിട്ടില്ല. വഇൻ തുതീഉല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. ലാ യലിതുക്കും മിൻ അഅ്മാലിക്കും ഷൈഅ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അപ്പോൾ സുഹൃത്തുക്കളെ, വിശ്വാസിയാവുക എന്നത് മറ്റൊരു കാര്യമാണ്. വിശ്വാസിയാകുന്നവന് മാത്രമേ ഇസ്ലാമിൻ്റെ ഗുണം അവന് ലഭിക്കൂ, പരലോകത്തതിൻ്റെ നേട്ടം ലഭിക്കൂ, ഇവിടെ അതിൻ്റെ ഗുണം ലഭിക്കൂ. വിശ്വാസി നിർഭയനാണ്, അവന് ഈ ലോകത്തൊരു പേടിയില്ല, ഒരു പേടിയില്ല വിശ്വാസിക്ക്. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒരു കലർപ്പും കലരാത്തവൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ടും അവൻ്റെ വിശ്വാസത്തിന് ശേഷം പാപങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ ശിർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നു, അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു, മറ്റാരുടെയും കണ്ണുകൾ അവനെ കാണാത്ത സമയത്ത് അവൻ്റെ രഹസ്യ ജീവിതങ്ങളിൽ അവൻ പാപങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവർക്ക് നിർഭയത്വമില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ,
ദുൽമുമായി തൻ്റെ വിശ്വാസത്തിൽ കൂട്ടിക്കലർത്താത്തവരാരോ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്വമുണ്ട്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ ഈമാൻ വേറെയാണ്. ആ വിശ്വാസം കിട്ടിയാൽ ഇന്ന് ഈ കേൾക്കുന്ന ഒരു മുസ്ലിം അല്ല സുഹൃത്തുക്കളെ, നമ്മൾ വേറൊരാളാകും. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിനക്കിറക്കി തന്ന ഈ വിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ആര് ഈമാൻ ചോദ്യം ചെയ്യാനല്ല. ഇന്ന് ഇശാ നമസ്കരിക്കുമ്പോൾ പാരായണം ചെയ്ത 7 ആയത്തുകളില്ലേ, ഫാത്തിഹ സൂറത്തിലെ 7 ആയത്തുകൾ നെഞ്ചത്ത് കൈവച്ചു പറയൂ സഹോദര, ആ 7 ആയത്തിൻ്റെ അർത്ഥം എനിക്കറിയാം. ആ 7 ആയത്തിലൂടെ പടച്ച തമ്പുരാൻ എന്നെ കൊണ്ട് 17 വട്ടം പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയം എന്താണോ അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫാത്തിഹ ഓതുന്നതെന്ന് പറയാൻ 20 കൊല്ലവും 30 കൊല്ലവും ഒറ്റ വക്ത് തെറ്റാതെ നമസ്കരിച്ച എത്ര പേർക്കറിയും? എന്നിട്ട് നാം പറയുന്നു വിശ്വാസിയാണെന്ന്. അള്ളാഹു ഇറക്കി തന്ന വിശുദ്ധ ഖുർആനിൽ ഞാൻ ഈമാൻ കൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു ഇറക്കിയത് തന്നെയാണ്, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വാക്കാണ്. പറയാൻ എന്താണ് തെളിവ്? എന്താണ് സുഹൃത്തുക്കളെ നമുക്കുള്ള തെളിവ്? ആത്മാർത്ഥമായി പറയൂ. വിശുദ്ധ ഖുർആനിലെ ഏതു വചനത്തിൻ്റെ അർത്ഥം പഠിച്ചപ്പോഴാണ് ഇത് റബ്ബിൻ്റെ വചനമാകാതെ തരമില്ല, ഇത് അള്ളാഹുവിൻ്റെ വാക്കാകാതിരിക്കാൻ സാധ്യതയില്ല, ഇത് അള്ളാഹുവിൻ്റെ വാക്കു തന്നെയാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമു തന്നെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഖുർആനിലെ വചനമേതാണ്? 6000 ചില്ലാനം വചനങ്ങളിൽ മുസ്ഹഫ് മറിച്ചുകൊണ്ട് ആ ആയത്തൊന്ന് കാണിച്ചു തരാൻ നമുക്ക് കഴിയുമോ? ആ ആയത്തൊന്ന് തൊട്ട് കാണിച്ചു തരാൻ നമുക്ക് പറയുമോ? സുഹൃത്തേ, നീ ഏതു സംഘടനക്കാരനാണ്? നീ ഏതു പണ്ഡിതനിലാണ് വിശ്വസിക്കുന്നത്? നീ ഏത് വിഭാഗത്തിലാണ് പോകുന്നത്? നീ ഏത് പള്ളിയിലാണ് നിസ്കരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ തർക്കമില്ല. അവിടുത്തെ അലമാരയിൽ വെച്ച ഖുർആൻ മറിച്ച് നോക്കിയിട്ട് അതിലൊരായത്ത് തൊട്ടു പറയാനാകുമോ? ഈ ആയത്തിൻ്റെ അർത്ഥം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ വാക്കാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഖുർആൻ അവർ ചിന്തിച്ചു പഠിക്കുന്നുണ്ടോ അതോ അവരുടെ ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ? വലഖദ് യസ്സറനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, വിശുദ്ധ ഖുർആനെ നാം നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു. ചിന്തിക്കുന്നവരുണ്ടോ? ആലോചിക്കുന്നവരുണ്ടോ? പഠിക്കുന്നവരുണ്ടോ എന്നാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ഭൂമിയിൽ നിർവഹിക്കാനുള്ള ദൗത്യം എന്താണെന്നറിയുമോ സുഹൃത്തുക്കളെ? റസൂലുള്ള എന്താണ് 23 കൊല്ലം മക്കത്തും മദീനത്തും ചെയ്തതെന്താണെന്ന് നിങ്ങൾ ഒന്ന് മിനിമമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലം മിൻഹും യത്ലൂ അലൈഹിം ആയാതി, ഒരു പ്രവാചകനെ അവർക്ക് അയച്ചു കൊടുത്തു. എന്തിന്? യത്ലൂ അലൈഹിം ആയാതി, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് ചൊല്ലി പറഞ്ഞു കൊടുക്കാൻ, അതിൻ്റെ ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ, അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അതിൻ്റെ വിശദീകരണങ്ങൾ നൽകാൻ. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനാ തുമ്മ ഇന്ന അലൈനാ ബയാനാ, ആ ഖുർആന്റെ വിശദീകരണം അള്ളാഹുവിൻ്റെ ചുമതലയാണ്. അത് അള്ളാഹു പ്രവാചകനിലൂടെ നിർവഹിച്ചിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വിശ്വസിച്ചോ ഖുർആനിൽ? വിശ്വസിച്ചോ ഖുർആനിൽ? നമ്മൾ ആലോചിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്ക് ഇറക്കിയ വേദങ്ങളിലും വിശ്വസിക്കണം. വബില്ലാഖിറതി ഹും യൂഖിനൂൻ, അന്ത്യദിനത്തിൽ അവർ വിശ്വസിക്കുന്നു എന്നല്ല, അന്ത്യദിനത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നു, അവർ ഉറപ്പായി വിശ്വസിക്കുന്നു. മരിച്ചു വർഷങ്ങൾക്കപ്പുറം മറവ് ചെയ്യപ്പെട്ട കബറുകളിൽ ശ്മശാനം സ്ഥലമില്ലാതെ വന്നപ്പോൾ പഴങ്കബറുകൾ മാന്തി അതിലുള്ള എല്ലുകളും കഷ്ണങ്ങളുമെല്ലാം
മറ്റൊരു കുഴി കുത്തി മൂടിയിട്ടപ്പോൾ നൂറുകണക്കിന് ആളുകളുടെ എല്ല് കഷ്ണങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ആ കുഴിയിൽ നിന്നും ആ പൂർവ്വ കാരണവന്മാർ കണ്ണ് തിരുമ്മി എഴുന്നേറ്റു വരും. ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഖബറിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, ആരാ ഞങ്ങളെ ഉണർത്തിയത്? ഞങ്ങൾ ഉറങ്ങായിരുന്നല്ലോ. അങ്ങനെ ഒരു ഉണർന്നു വരും എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ സുഹൃത്തുക്കളെ? ആരെ ബോധ്യപ്പെടുത്തുന്നു? ഏതായത്ത് കേട്ടപ്പോഴാണ് ബോധ്യപ്പെട്ടത് സുഹൃത്തുക്കളെ? നാം ചിന്തിക്കണം, നാം ആലോചിക്കണം. ആയുസ് പോകാൻ പറ്റില്ല. ആയുസ് കോവിഡിന് ശേഷം ആകസ്മിക മരണങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ഇന്നും വന്നില്ലേ പല മെസ്സേജുകളും സുഹൃത്തുക്കളെ? നമ്മുടെ വാട്സപ്പിൽ പല മെസ്സേജുകളും വന്നില്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിത്രങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ വേർപ്പെട്ടതിൻ്റെ മരണവാർത്തകൾ വന്നില്ലേ? നാളെ നമ്മുടെ മരണവാർത്ത ആര് വായിക്കും? നമുക്കറിയില്ല. അതിൻ്റെ മുമ്പ് ഉറപ്പിക്കണ്ടേ ഖബറിൽ നമ്മുടെ അവസ്ഥ എന്ത്, പരലോകത്തിൽ നമ്മുടെ അവസ്ഥ എന്ത് എന്ന് സുഹൃത്തുക്കളെ നമ്മൾ ഉറപ്പിക്കണ്ടേ? നമുക്ക് ഉറപ്പായോ? നഹ്നു ഖലഖനാഹും വശദദ്നാ അസ്റഹും വലൗ ശിഇനാ വഇദാ ശിഇനാ ബദ്ദൽനാ അംസാലഹും തബ്ദീല. ഒറ്റായത്ത് മതി, ഖുർആൻ മുഴുവനൊന്നും പഠിക്കണ്ട. ഒരായത്ത് മനസ്സ് തട്ടി വായിച്ചിട്ട് പരലോകം നമ്മളെ മനസ്സിൽ ഉറപ്പാകണം. ഒരായത്ത് സൂറത്തു ദഹറിലെ, സൂറത്ത് ഇൻസാനിലെ ഒരായത്ത്, നഹ്നു ഖലഖനാഹും, അവരെ നാമാണ് സൃഷ്ടിച്ചത്. നഹ്നു ഖലഖനാഹും, അല്ലാഹ് പറയാണ് മരിച്ചതിന് ശേഷം തിരിച്ചു വരുമോന്ന്. മരിച്ചതിന് ശേഷം തിരിച്ചു വരുമോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാൻ സുഹൃത്തുക്കളെ എത്ര ചെറിയൊരു വചനം, സൂറത്ത് ഇൻസാനിലെ 28-ാമത്തെ ആയത്ത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏതായത്താണ് കൈ തൊട്ട് വായിച്ചത്? ഏതായത്താണ് കൈ തൊട്ട് വായിച്ചത്? അപ്പോൾ എപ്പോഴാണ് ഈ സ്വർഗവും നരകമൊക്കെ മനസ്സിക്ക് കയറിയത്? നഹ്നു ഖലഖനാഹും, അവരെ നാമാണ് സൃഷ്ടിച്ചത്. ഉമ്മൻ്റെ വയറ്റിൽ ജീവൻ വന്ന് രൂപപ്പെട്ട് ഭൂമിയിലേക്കൊരു മനുഷ്യനായി ജനിച്ചതിൻ്റെ പിന്നിൽ അള്ളയാണ്. ആ സൃഷ്ടിപ്പാര് നടത്തി? വിസ്താരം കുറഞ്ഞ ആ ഉമ്മയുടെ ഉദരത്തിൽ 3 കവറുകൾക്കുള്ളിൽ ആരാ സുഹൃത്തുക്കളെ നമ്മളെ സംവിധാനിച്ചത്? ആരാ അവിടേക്ക് ആത്മാവിനെ കൊണ്ടുവന്നത്? ആരാ നമുക്ക് ജീവൻ? അല്ലാഹ് പറയാണ്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നഹ്നു ഖലഖനാഹും വശദദ്നാ അസ്റഹും, അവിടെ ശരീരഘടനയെ നാം ബലപ്പെടുത്തി. നമ്മുടെ എല്ലുകൾ, അതിൻ്റെ സന്ധികൾ, അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന മാംസങ്ങൾ, മസിലുകൾ, അതിലൂടെ സഞ്ചരിക്കുന്ന രക്തക്കുഴലുകൾ. എന്തൊരു ബലിഷ്ഠമാണ് മനുഷ്യൻ്റെ ശരീരം! എത്ര സെക്കൻഡ് കൊണ്ടാണ് മനുഷ്യൻ 100 മീറ്റർ ഓടുന്നത് സുഹൃത്തുക്കളെ, നടക്കുന്നത്? നമ്മളൊരു 60 കിലോ ഉള്ളൂ, നമ്മുടെ തലയിലൊരു 100 കിലോ വെച്ച് പോകാൻ കഴിയണം. ഇങ്ങനത്തെ ഒരു ശരീരഘടന നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിലും ഞാനാണ് അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ നടത്തിയത്. പടച്ചോൻ പറഞ്ഞു തരാണ്, വശദദ്നാ അസ്റഹും വലൗ വഇദാ ശിഇനാ ബദ്ദൽനാ അംസാലഹും തബ്ദീല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബലിഷ്ഠമായ ശരീരഘടന നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ, എപ്പോൾ ഞാൻ വിചാരിക്കുന്നുവോ ആ സന്ദർഭത്തിൽ ബദ്ദൽനാ അംസാലഹും തബ്ദീല, നിങ്ങളിപ്പോഴുള്ള ഈ മനുഷ്യരൂപമില്ലേ, ഇതുപോലെയുള്ള ഒരു രൂപത്തിൽ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരായത്തിലൂടെ അള്ളാഹു എത്ര ശക്തമായിട്ടാണ് സുഹൃത്തുക്കളെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അപ്പോഴേ ബോധ്യപ്പെടണം. എന്താ ബോധ്യപ്പെട്ട ആരെങ്ങൾ? ബോധ്യപ്പെട്ട ഒന്നിങ്ങനെ ഇരുന്ന് ആലോചിക്കും. ബോധ്യപ്പെടുമ്പോഴേ ആലോചിക്കുള്ളൂ സുഹൃത്ത്, ബോധ്യപ്പെടുന്നവരെ ആലോചിക്കൂല. എന്താ ആലോചിക്കുക ആരെങ്ങൾ? ഞാൻ എവിടേക്കാ പോവുക? ഇസ്ലാമിനെ കുറിച്ച് ഇപ്പം എൻ്റെ വിവരം എന്താ? ഞാനിപ്പോൾ എന്താ അമല ചെയ്യണത്? എൻ്റെ ഈമാൻ്റെ അവസ്ഥ എന്താണ്? ഒന്നിരുന്ന് ആലോചിക്കുക. എപ്പോഴാണ് ആലോചിക്കുക നിങ്ങൾ? സ്വർഗണ്ട് നരകണ്ടെന്ന് ഉറപ്പാകുമ്പോൾ. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. അൽ മൗതു ബാബുൻ, മരണം ഒരു വാതിലാണ്, ഒരു കവാടമാണ്. ആ വാതിൽ പടിയിൽ നിന്ന് ഓടി മാറാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട് സുഹൃത്തുക്കളെ? എവിടെ പോയാലും, ഏത് യൂറോപ്പിലായാലും, ഏത് അമേരിക്കയിലായാലും, ഏത് സൗദി അറേബ്യയിലായാലും, മരണമെന്ന ഒരു കവാടം മാത്രമേ മനുഷ്യന് ഈ ലോകത്തുനിന്ന് പുറത്തെടുക്കാനുള്ളൂ. ഏത് ഒളിത്താവളത്തിൽ കടക്കുന്നവനും മരണമെന്ന കവാടത്തിലൂടെ ഈ ലോകത്തുനിന്ന് പുറത്ത് കടക്കും. യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി
മരണം സ്വീകരിച്ച് പോയാൽ പിന്നെ എവിടേക്കാരം ഞാൻ? ആ ചോദ്യം മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരും എപ്പോഴാണ് നിങ്ങൾ പരലോകം ബോധ്യപ്പെടുമ്പോൾ. പരലോകം ബോധ്യപ്പെടുക മാത്രമല്ല സുഹൃത്തുക്കളെ ആലോചിക്കണം, പിന്നെ മരണമല്ല. അതൊന്നും ഇപ്പം പറഞ്ഞാലേ ഞമ്മക്ക് മനസ്സിലാവൂല. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവനവിടെ മരിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല. നരകത്തെക്കുറിച്ചാണ് പറയണത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ ഖാലിദീന ഫീഹാ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊരു സ്വർഗമുണ്ട്, വിരുന്നായി കിട്ടുന്ന ഒരു സ്വർഗലോകമുണ്ട്. ജന്നാത്തു അദ്ൻ, ഏദൻ സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല, അവരതിൽ എന്നും താമസിച്ചു കൊണ്ടിരിക്കും. അവർ അവിടെയുള്ള ഒരു ജീവിതാവസ്ഥകളിലും ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആളുകളാണ്. അങ്ങനത്തെ ഒരു ലീവിലുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി മരിച്ചാൽ നമ്മൾ എവിടെ പോവുക? അതൊന്ന് മനസ്സ് തട്ടി ആലോചിക്കും, അതൊന്ന് മനസ്സ് തട്ടി ചിന്തിക്കും. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റി എന്തെങ്കിലും തരികിടകൾ ഒപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ലോകത്തെക്കുറിച്ചല്ല അല്ലാഹ് പറയണത്. ഖബറിന് എന്തെങ്കിലും പറ്റുമോ സുഹൃത്തുക്കളെ? പരലോകത്തെ നരകമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന കാര്യമാണോ? കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ. പുറത്തു പോകാൻ ശ്രമിക്കൂലേ സുഹൃത്തുക്കളെ? ഒരു ഉരുവിനെ അറുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും അതിന് ജീവൻ കിട്ടാൻ അത് ഓടാൻ നോക്കൂലേ? നരകത്തിൻ്റെ തീച്ചൂളകളിൽ ബന്ധമരുന്നവർ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കൂലേ? പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരും. ഏതാണ് നരകം? ഖുദൂഹു ഫഗുല്ലൂഹു തുമ്മൽ ജഹീമ സല്ലൂഹു. പിടിച്ചു കെട്ടു അവനെ, നരകത്തിലേക്ക് വലിച്ചെറിയൂ. 70 മുഴം നീളമുള്ള ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കൂ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ മാ അഗ്നാ അന്നി മാലിയ. വിലപിച്ച് പറയുന്നു മനുഷ്യൻ നരകത്തിലെത്തുമ്പോൾ. സുഹൃത്തുക്കളെ, നരകത്തിലെത്തിയിട്ട് വിലപിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോഴൊക്കെ നല്ല തൻ്റെ ഇടത്തോടെ നടക്കുമ്പോൾ, ഇങ്ങനത്തെ ഒരു ഫോണും കയ്യിലുണ്ടാകുമ്പോൾ ഒരു കുറഞ്ഞൊരു സമയം ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് മെനക്കെട്ടാൽ മാറാവുന്ന കാര്യമുള്ളത്. അത്ഭുതമാണ് കേട്ടോ. ആരാ നരകത്തിൽ പോവുക? അല്ലെന്നെ പറഞ്ഞു തരാണ് ആരാ നരകത്തിൽ പോവുക. അപ്പോൾ ഞാൻ ഈ ആയത്തോതുമ്പോഴേക്ക് നിൻ്റെ വർത്താനം കേൾക്കണ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ. ആരാ നരകത്തിൽ പോവുക? വലഖദ് ദറഇനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. വലഖദ് ദറഇനാ ലിജഹന്നം, നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളം മനുഷ്യരെയും ജിന്നുകളെയും. അല്ലാഹ് പറയാണ് നരകത്തേക്ക് പോകാൻ കുറേ മനുഷ്യരും ജിന്നുകളുമുണ്ട്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നരകം ഞാൻ നിറക്കുക തന്നെ ചെയ്യും, മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും. അപ്പോൾ നരകത്തിലേക്ക് പോകുന്നവൻ ആരാണ്? നരകം നിറക്കുന്ന ആരെ കുറിച്ചാണ് പറഞ്ഞത്? അല്ലാഹ് പറയാണ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയങ്ങളെ കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഒരു സമയം ആലോചിക്കണം. അപ്പോൾ ചിന്തിക്കണില്ല എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത ഏതെങ്കിലും ബുദ്ധിയുള്ള ആളുണ്ടാവും. ചിന്തിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, 10 ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്തുണ്ട്, അത് എന്തൊക്കെ ഇറക്കാൻ പറ്റുകയാണ്, അത് ഇത്ര ആലോചിച്ചിട്ടുണ്ടാവും നമ്മൾ അല്ലേ? ഒരു 2.5 ലക്ഷം ഉറുപ്പ്യ കടണ്ടത് എങ്ങനെ വീട്ടാൻ പറ്റുക, എന്തൊക്കെ വഴി ചിന്തിച്ചിട്ടുണ്ടാകും. കിടന്നുറങ്ങാൻ, ഈ വാടകപ്പരയിൽ നിന്ന് മാറി താമസിക്കാൻ ഒരു വീട് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ സുഹൃത്തുക്കളെ? ഭാര്യയ്ക്ക് അസുഖം വന്ന് കിടപ്പിലായപ്പോൾ പടച്ചോനെ ഇത് എവിടെ കൊണ്ടുപോയാൽ സുഖമാകുക ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ എന്തു ചിന്തിച്ചില്ല എന്നറിയോ? മരിച്ചിട്ട് പരലോകത്ത് ചെന്നാൽ ഈ ജീവിതം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്ന് ചിന്തിക്കാത്തോ നരകത്തേക്ക് എത്തുള്ളൂ. ഒന്നിരുന്ന് ആലോചിക്കണം സുഹൃത്തുക്കളെ. നമ്മളെ സംഘടന വിജയിപ്പിക്കാൻ വെച്ച പരിപാടിയല്ല. ആലോചിക്കാത്തോൻ വഴിയോരത്ത് നിന്നെങ്കിലും ഈ ഖുർആന്റെ വചനങ്ങൾ കേട്ട് ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ചിന്തിക്കുക, ഞാൻ അങ്ങനെ പോയാൽ എത്തുമോ. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് വന്നു, അവൻ്റെ ഒരു ജീവിത പ്രശ്നം സംസാരിക്കാൻ വേണ്ടി. രാവിലെ അതൊരു സുഹൃത്ത്, ഓനെ ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചവന് മുഖത്ത് നോക്കുമ്പോൾ സുഹൃത്തിൻ്റെ ടെൻഷൻ പറയുമ്പോൾ പോലും അവന് ഭയങ്കര ടെൻഷനാണ്.
അപ്പോൾ അത് കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത്, ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കണ ഒരാളാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓന് ഇത്രയും ഇഷ്ടത്തിന് തൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രശ്നത്തിനും വേണ്ടി വന്നെങ്കിൽ അത് ഒരു സമയം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനെന്ത് രാവിലെ ഉണ്ട്. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, നല്ലൊരു 10-35 വയസ്സായ യുവാവ്, നിസ്കരിക്കലുണ്ടോ മോനെ ചോദിച്ചു. കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിസ്കരിക്കലില്ല എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ നിസ്കരിക്കാത്തൊരു മുസ്ലിം എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ നിസ്കരിക്കാതൊക്കെ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയരുത് സുഹൃത്തുക്കൾ, അത് തെറ്റൂല. അങ്ങനെ തെറ്റൂല എന്ന് ഉറപ്പിച്ച് പോയ എത്രയോ റൂട്ടുകളിൽ നിന്നും അവസാനം ചോദിക്കുമ്പോൾ എന്തിനിപ്പോൾ നിങ്ങൾ പാലക്കാട്ടേക്ക് പോകാൻ ഇങ്ങോട്ട് വന്നുകണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ലേ സുഹൃത്തുക്കളെ? എത്ര ഉറപ്പിലാണ് നമ്മൾ പോയിരുന്നത്. എന്നിട്ട് നിർത്തി സൈഡാക്കി ചോദിച്ചപ്പോൾ പാലക്കാട്ടേക്ക് പോകാൻ ഈ റോഡിന് വരണോ, ഇനി നിങ്ങൾ തിരിച്ച് 25 കിലോമീറ്റർ ഓടണം എന്ന് എത്ര ആളുകൾ നമ്മളോട് എത്ര സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ചോളി. അവർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിച്ചില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകളെ കൊണ്ട് അവർ കണ്ടില്ല. കണ്ണ് തുറന്ന് നിൽക്കുമ്പോഴൊക്കെ കാണൂലേ സുഹൃത്തുക്കളെ? കണ്ണ് തുറന്ന് നിൽക്കുമ്പോഴൊക്കെ കാണൂലേ? എന്താ കാണാറുന്നത്? അള്ളാഹു ഇത്രയും വിശാലമായൊരു ഖുർആൻ തന്നിട്ട് അത് കണ്ടില്ല. മനസ്സിനെ തൊടുന്ന ഒരു ആയത്തു കണ്ടില്ല, മനസ്സിനെ മാറ്റുന്ന ഒരു ഹദീസ് കണ്ടില്ല, ഹൃദയത്തെ മാറ്റാനും ചിന്തിപ്പിക്കാനും പറ്റുന്ന ഒന്നും കണ്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, ആ കാതുകളെ കൊണ്ട് അവർ കേട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചിലപ്പോൾ പരിപാടിക്ക് ചെല്ലിടത്ത് കാണാം വാട്സപ്പിൽ വോയിസ്, ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ട്, ആരോ പരിസരത്തേക്ക് പോകരുത്. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ വോയിസ് അയച്ചെന്നു. ഞാനൊരു പരിപാടിക്ക് പോണ സ്ഥലത്ത് ഒരു പള്ളിക്കത്തൊരു ഒരു കാരണവരും വോയിസ് ഇട്ടിക്കണ്, ഒരു കാരണോത്തിയും വോയിസ് ഇട്ടിക്കണ്. ഇന്ന് ഹാരിസ് ബിൻ സലീം ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾ ആരും ആ പരിപാടിക്ക് ഓഡിറ്റോറിയത്തേക്കും പോകരുത് എന്നാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലിപ്പോൾ DJ പാർട്ടി അടക്കാണ്. എല്ലാ മദ്യവും കഞ്ചാവും ഉപയോഗിച്ചുള്ള DJ പാർട്ടി. എന്തെങ്കിലും ഒരു വോയിസ് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അങ്ങോട്ട് പോകരുത് എന്ന്. ഇതുവരെ മദ്യം ഉപയോഗിക്കാത്തവന്, കഞ്ചാവ് ഉപയോഗിക്കാത്തവന്, MDMA ഉപയോഗിക്കാത്തവന് അതാദ്യമായി കിട്ടുന്ന ദിനമാണ്. കാണൂല നമ്മൾ. എന്താ പറയുക, ഇതൊക്കെ കേട്ടാൽ സ്വർഗത്തേക്ക് പോകും. നരകമല്ലേ നിറയേണ്ടത്? നരകല്ലേ നിറയേണ്ടത് സുഹൃത്തുക്കളെ? ഹലിം തലഇത്തി തഖൂലു ഹൽ മിൻ മസീദ്, നരകമേ നിനക്ക് മതിയായോ? നരകം തിരിച്ചു ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കും. അവിടെ നിസ്കരിക്കാത്തവരാണ് അധികം, കള്ളുടേമാരാണ് അധികം, ശിർക്ക് ചെയ്യണവരാണ് അധികം. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ ഭൂരിപക്ഷം ആളുകളും ശിർക്കോടുകൂടെയാണ് വിശ്വസിച്ചിട്ടുണ്ട്, ശിർക്കോടുകൂടെയാണ് വിശ്വസിച്ചത് എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണം. നാളെ ആരും നമ്മൾ രക്ഷപ്പെടുത്തൂല കേട്ടോ, ആരും രക്ഷപ്പെടുത്തൂല. ഒരാൾക്കും രക്ഷപ്പെടുത്താൻ പറ്റൂല. ബന്ധുക്കൾക്ക് പറ്റുമോ സുഹൃത്തുക്കളെ? ഭാര്യയ്ക്ക് പറ്റുമോ? ഭർത്താവിന് പറ്റുമോ? കുടുംബങ്ങൾക്ക് പറ്റുമോ? സമ്പത്തിന് പറ്റുമോ? യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജീഹി. നരകത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാപ്പയും മക്കളും കുടുംബങ്ങളും എല്ലാവരും മുഖാമുഖം കാണുന്നു. അന്നൊരു കുറ്റവാളി ആഗ്രഹിക്കും, ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി, ഞാൻ എൻ്റെ മക്കളെ തരാം, എൻ്റെ ഇണയെ തരാം, അല്ല ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ദണ്ഡമായി പ്രായശ്ചിത്തമായി എനിക്ക് പകരമായി തരാം. തുമ്മ യുൻജീഹി, എന്നിട്ടെങ്കിലും നരകത്തുനിന്ന് പുറത്തു കടത്തി തരുമോ? മക്കൾക്ക് വേണ്ടി ജീവിച്ചവരെ, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചവരെ, പേരക്കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചവർ പറയാണ്, ഇവരൊക്കെ അങ്ങനെ നരകത്തേക്ക് തട്ടിയിട്ട് എൻ്റെ തടി ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ? നേതാക്കന്മാരെ കാണൂ സുഹൃത്തുക്കളെ, മൗലവിമാരെ കാണൂ, പണ്ഡിതന്മാരെ കാണൂ. ഓലൊക്കെ ഒന്ന് ദ്വയർന്നാൽ രക്ഷപ്പെട്ടു പോകുന്ന നമ്മളൊക്കെ വിചാരിച്ച് ഓലൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ്. നരകത്ത് കിടന്നു പോകുന്നതിൻ്റെ വാതിൽക്കൽ ഇവൻ നമ്മളാളായിരുന്നു എന്ന് പറയാനുണ്ടാവും. സുഹൃത്തുക്കളെ, ഖുർആൻ ഒന്ന് മര്യാദക്ക് വായിച്ചോളി.
നരകത്തിൽ മുഖങ്ങൾ കരിയുമ്പോൾ എന്താ പറയാറിയോ? യൗമ തുഖല്ലബു ഉജൂഹുഹും ഫിന്നാർ. നരകത്തിൽ അവിടെ മുഖങ്ങളെ തിരിച്ചും മറിച്ചും ഇടുമ്പോൾ യഖൂലൂൻ, നരകത്തിൽ വെച്ചവർ പറയും, യാ ലൈതന അതഅനല്ലാഹ വഅതഅനർ റസൂൽ, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. റബ്ബന അതഅന സാദതന വകുബറാഅന, ഞങ്ങളുടെ സാദാത്തുക്കളെ, ഞങ്ങളുടെ നേതാക്കളെ, ഞങ്ങൾ ഏറ്റവും വലിയ ആലിമീങ്ങളായി, പണ്ഡിതന്മാരായി, നേതാക്കളായി, പുരോഹിതന്മാരായി കണ്ടവരെ ഞങ്ങൾ അനുസരിച്ചു. അവർ പറയുന്നത് അല്ല പറഞ്ഞതാണോ? അവർ പറയുന്നത് റസൂല് പറഞ്ഞതാണോ? അവർ പറഞ്ഞത് ദീനിലുള്ളതാണോ എന്ന് ഞങ്ങൾ ഒരിക്കലും പരിശോധിച്ചിരുന്നില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതന അതഅനല്ലാഹ വഅതഅനർ റസൂൽ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅന ഫഅളല്ലൂനസ് സബീൽ. റബ്ബേ, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു. ഞങ്ങൾ വിശ്വസിച്ച് പിന്തുടർന്ന ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ മൗലവിമാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മുസ്ലിയാക്കന്മാർ, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചിരിക്കുന്നു. അവർ ദീനിനോട് പ്രതിബദ്ധതയില്ലാത്ത ആൾക്കാരല്ലേ സുഹൃത്തുക്കളെ. അവർ വലിയ ബഹുമാനം പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും കൊടുത്ത ആൾക്കാരാണ്. പക്ഷേ അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു. അതുകൊണ്ട് റബ്ബേ, നരകത്തിൻ്റെ തീജ്വാലകളിൽ കിടന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, റബ്ബന ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, അവരെ ഏറ്റവും അധികം നീ ശപിക്കണേ. ഈ സൂറത്തുൽ ബഖറയിൽ നോക്കി, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ്. ശിക്ഷ മുന്നിൽ വരുമ്പോൾ നേതാക്കന്മാർ അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറും. ഞങ്ങൾ പറഞ്ഞത് എന്തിനു നിങ്ങൾ കേട്ടു? നിങ്ങൾ എന്തിനു ഞങ്ങളെ പിൻപറ്റി? നിങ്ങൾക്കതിൻ്റെ സത്യം അന്വേഷിച്ചുകൂടായിരുന്നോ? പഠിച്ചുകൂടായിരുന്നോ? മനസ്സിലാക്കിക്കൂടായിരുന്നോ എന്ന് നേതാക്കന്മാർ പറയുമത്രേ. ശിക്ഷ കാണുമ്പോൾ അസ്ബാബ്, എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ചുകൊണ്ട് മുറിഞ്ഞു പോകും. അതുകൊണ്ട് സുഹൃത്തെ, മനസ്സ് തുറന്നു ചിന്തിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കള്ളുടിക്കണമില്ലേ സുഹൃത്തുക്കളെ? കള്ളുടിക്കണ്ടെന്ന് ഖുർആനിലില്ലേ? കള്ളു കുടിക്കുന്ന മാപ്പിളമാരില്ലേ സുഹൃത്തുക്കളെ? ഇല്ല നിങ്ങൾ ആരെങ്കിലും പറയും. വ്യഭിചരിക്കുന്നവരില്ലേ? വ്യഭിചരിക്കുന്നവരില്ലേ? വട്ടിപ്പലിശക്ക് പച്ചപ്പകലിൽ കാശ് കൊടുക്കുന്നവരില്ലേ? മറ്റുള്ളവരെ ചതിക്കുന്നവരില്ലേ? ദുരാരോപണം പറയുന്നവരില്ലേ? അല്ലാഹുവും റസൂലും വിരോധിച്ച ഏതു തെറ്റാണ് ഇവിടെ ചെയ്യാതിരിക്കുന്നത്? എല്ലാമുണ്ട്. എന്നാൽ നമ്മളെന്താ പഠിപ്പിച്ചത്? ശിർക്ക് എന്ന മഹാപാപം മാത്രം ഇവിടെ ആർക്കും ചെയ്യാൻ കഴിയൂല എന്നാണ്. സമാധാനമായല്ലോ എല്ലാവർക്കും. അത് ചെയ്യാൻ കഴിയൂല. എന്ത് ചെയ്താലും ശിർക്കാവൂല എന്നാ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ആളുകൾ എവിടെ എത്തി നിറയങ്ങൾ. ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മരണങ്ങൾ ഉണ്ടായാൽ പോകുന്നൊരു മഹല്ല് പള്ളിയുണ്ട്. ആ മഹല്ല് പള്ളിക്ക് ചെരുപ്പ് ഉരുട്ടിട്ടാണ് കയറുമ്പോൾ എന്താ കാണുക നിങ്ങൾ? ഒരു കബറാണ്. ആ ഖബറിൻ്റെ അടുക്കൽ ശരിക്കും നിങ്ങൾ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ കാണുന്ന അതേ വിളക്കുണ്ട്. ആ വിളക്കിൽ എണ്ണയുണ്ട്. ആ എണ്ണ കൈകൊണ്ട് തൊട്ട് നാവിൽ തൊട്ട് പള്ളിയിലേക്ക് കയറുന്നവരെ കാണാം. എന്തേ പഠിപ്പിച്ചു കൊടുത്തവരങ്ങൾ? ഇലാഹാണെന്ന് വിശ്വസിക്കാതെ എന്ത് ചെയ്താലും ഷിർക്കാവൂല എന്നാണ് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ. ഷിർക്കിൻ്റെ പ്രശ്നം എന്താ അറിയാം സുഹൃത്തുക്കളെ? ഷിർക്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാളെ എല്ലാ അമലും പോകില്ല. അതിനുള്ള ശിക്ഷ ഉണ്ടാവുന്നുള്ളൂ. ചിലപ്പോൾ നരകത്തിൽ കടന്നാലും അതിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ പുറത്തു കയറും. സറക്ക, മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാലും ഒക്കെ അല്ല പൊറുക്കും. എന്നാൽ ഒരിക്കലും പൊറുക്കാത്തതും ഒരു നന്മയ്ക്കും വിലയില്ലാത്തതുമായ ഒരു കാര്യമാണ് ശിർക്ക്. ലഗേജ് ഉണ്ട് കയ്യിൽ, എല്ലാം നല്ല കെട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ടിക്കറ്റ് ഉണ്ട് കയ്യിൽ, പാസ്പോർട്ട് ഉണ്ട് കയ്യിൽ, ഒക്കെ ഉണ്ട്. പക്ഷെ പാസ്പോർട്ട് റിന്യൂവൽ കഴിഞ്ഞ പുതിയ പാസ്പോർട്ടാണ്. എല്ലാം കഴിഞ്ഞു, ട്രാവൽസിൻ്റെ ആൾക്കാർ നോക്കി, ഒക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് വന്നു. എമിഗ്രേഷൻ്റെ കൗണ്ടറിൽ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ പാസ്പോർട്ട് ഓഫീസർ സീലില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പുതിയ പാസ്പോർട്ട് കിട്ടിയപ്പോൾ നോക്കിയില്ലല്ലോ നിങ്ങൾ എന്നാ ചോദിക്കണത്. വാപ്പ പോകുന്നതിൻ്റെ ദുഃഖം കൊണ്ട് കരഞ്ഞ് കണ്ണീരിൽ പിരിഞ്ഞ മക്കളൊക്കെ പുറത്ത് വിമാനം പൊന്താൻ കാത്തിക്കുമ്പോൾ
അയാളുടെ ലഗേജ് എടുത്ത് പുറത്തേക്ക് വരുന്നത്. ഇനി പാസ്പോർട്ടിൽ സീല് വെച്ചേ കയറാൻ പറ്റുള്ളൂ. എന്തിൻ്റെ കുറവാണുള്ളത് സുഹൃത്തുക്കളെ? ലഗേജ് കയ്യിലില്ലേ, ടിക്കറ്റ് കയ്യിലില്ലേ, പക്ഷെ ഒരു സീലിൻ്റെ കുറവ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുവെച്ചാൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അവൻ നരകത്തിലാണ് അവൻ്റെ അഭയകേന്ദ്രം. വമാലിൽ ദാലിമീന മിൻ അൻസാർ. അവനെ കൊണ്ടെന്നറിയോ, ബഹുദൈവ ആരാധനയുടെ യാത്രല്ല നമ്മൾ ആൾക്കാർ മാത്രമല്ല വാങ്ങണത്. ഇതൊക്കെ സുഹൃത്തുക്കളെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ മറ്റു വിശ്വാസങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്, എല്ലാ ആചാരങ്ങളും കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ശിർക്കെത്തി. അപ്പോൾ ഇതിങ്ങനെ ചിലപ്പം നമ്മുടെ മനസ്സിൽ തോന്നും, അല്ല ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? വല്ല കബറങ്ങിയൊക്കെ സിയാറത്തിനെ വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കോലം, അവിടുത്തെ വിളക്കും, അവിടുത്തെ ചന്ദനത്തിരിയും, അവിടുത്തെ രൂപവും, അവിടുത്തെ തവാഫൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഈ കബർ ചുറ്റാനും കബറിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാനൊക്കെ പറ്റുമോ എന്നേതെങ്കിലും ഒരുത്തൻ്റെ മനസ്സിക്ക് ഒരു തോന്നലുണ്ടായാൽ അപ്പോൾ എൻ്റെ മനസ്സിക്ക് വരും, ഞാനിപ്പോൾ ഇത് ഇലാഹാണെന്ന് വിചാരിക്കണില്ലല്ലോ, ഇത് ദൈവമാണെന്ന് വിചാരിക്കണില്ലല്ലോ. പിന്നെന്താ പ്രശ്നം സുഹൃത്തുക്കളെ? ഇതാ മനസ്സിൽ ഇതും കേൾക്കണം. ഇലാഹർന്ന് എന്താ? ഇലാഹർ പുതിയ വിശ്വാസികളുമായിട്ട് റസൂലുള്ള അങ്ങനെ പോവുകയാണ്, ഒരു യുദ്ധം കഴിഞ്ഞ് പോവുകയാണ്. അപ്പം അന്നത്തെ ആൾക്കാർക്ക് ഒരു പതിവുണ്ട്, യുദ്ധത്തിന് പോകുമ്പോൾ ഒരു കുരുത്തം കിട്ടാൻ വേണ്ടി ഓല എന്താ ചെയ്യാറ്, പൊരുത്തം കിട്ടാൻ വേണ്ടി, ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഓല എന്താ ചെയ്യുക, ചിലൊരു മരമുണ്ട്, ആ മരത്തുമ്മ വാളൊന്ന് കൊളത്തും. ആ മരത്തുമ്മ കൊളത്തി വാളെടുത്താൽ ആ വാളൊരു സവിശേഷ വാളാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്താൽ അതിനൊരു സാധാരണ വാളിന് കിട്ടാത്തൊരു കുരുത്തം അതിനുണ്ട് എന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്ന ആളുകൾ ചോദിക്കുകയാണ് നബിനോട്, ഇജ്അൽ ലനാ ദാത്തു അൻവാത്ത് കമാ ലക്കും ദാത്തു അൻ. അവർക്ക് ഈ ദാത്ത് അൻവാത്ത് ഉണ്ടല്ലോ, അതേമാതിരി ഞങ്ങൾക്കും കൊളത്താനൊരു മരം, ദാത്ത് അൻവാത്ത് തന്നെ കൊളത്തു മരം എന്നാണ്, ഞങ്ങൾക്കും കൊളത്താനൊരു മരം വേണമെന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ബർക്കത്തെടുക്കാൻ, യുദ്ധത്തിന് പോകുമ്പോൾ ബർക്കത്തെടുക്കാൻ, വാളൊന്ന് കൊളത്തിയെടുക്കാൻ ഒരു മരം വേണമെന്നാണ് പറഞ്ഞപ്പോൾ വയനാട്ടിലേക്ക് പോണവരൊക്കെ ആ ചുരത്തിൻ്റെ അവിടെ ഒക്കെ ഉണ്ട്. ഇതിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴുണ്ട്, പിന്നെ നാടുകാണി വഴി പോകുമ്പോഴുണ്ട്, അതേമാതിരി തന്നെ പിന്നെ താമരശ്ശേരി വഴി പോകുമ്പോഴുണ്ട്. ചുരം ഏകദേശം പകുതി ആകുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഉണ്ടാവും പച്ചപ്പുതപ്പിട്ടൊരു കവർ. ആൾക്കാർ അവിടെ ഒരു 10 ഉറുപ്പിക ഇടും. എന്തോ എൻ്റെ മനസ്സിലറിയും, ഈ യാത്രയ്ക്ക് ഒരു ബർക്കത്തുണ്ടാവട്ടെ എന്നാൽ, വേറൊന്നുമില്ല. ഈ വണ്ടിയായിട്ടൊക്കെ പോകണമല്ലേ സുഹൃത്തുക്കൾ, അപ്പോൾ ഒരു ബർക്കത്തുണ്ടായിക്കോട്ടെ, ഒരു കുരുത്തുണ്ടായിക്കോട്ടെ. അത്ര എല്ലാ മതസ്ഥരും ഒരപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ദൂരത്തേക്ക്. ഒരു പക്ഷേ തലമ തട്ടിയാൽ മരിച്ചു പോകും. അങ്ങനത്തെ നാണയങ്ങളാണ് ഇതിൽ. ഇപ്പോൾ നാണയമില്ലാത്തത് കൊണ്ടാണ് എറിയാണ്, എല്ലാവരും എറിയും. എന്നിട്ട് ആ കുരുത്തം വാങ്ങിയാൽ പോവുക. അപ്പോൾ ഒരു ചെറിയൊരു മരം ചോദിച്ചു, ഇജ്അൽ ലനാ ദാത്തു അൻവാത്ത്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ച ചോദ്യമാണ്. ഇജ്അൽ ലനാ ഇലാഹ കമാ ലഹും ആലിഹ. അവർക്ക് ദൈവങ്ങളുള്ള പോലെ ഞങ്ങൾക്കും ഒരു ദൈവം തരണേ എന്ന് മൂസാ നബിയുടെ അനുയായികൾ ചോദിച്ച അതേ ചോദ്യം നിങ്ങളിതാ എന്നോട് ചോദിക്കുന്നു. ഇജ്അൽ ലനാ ദാത്തു അൻവാത്ത്, ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരം. സുഹൃത്തുക്കളെ, നമുക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടിയല്ലേ ഈ ആൾക്കാർ പോണത്? എന്തിനാ കബറങ്ങ പോണത്? നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മാൻ്റെ കബർ നമ്മുടെ പള്ളിത്തൊടുലുണ്ടാകുമ്പോൾ, നമ്മളെ വാപ്പാൻ്റെ കബർ നമ്മളെ പള്ളിത്തൊടുമ്പോൾ, നമ്മളെ അലിഫ് ബാഗ് പഠിപ്പിച്ച ഉസ്താദിൻ്റെ കബർ നമ്മളെ പള്ളിത്തൊടുലുണ്ടാകുമ്പോൾ എന്തിനാ സുഹൃത്തുക്കളെ വയനാട്ടിലേക്ക് പോണത്? എന്തിനാ സുഹൃത്തുക്കളെ നാവൂർക്ക് പോണത്? എന്തിനാ സുഹൃത്തുക്കളെ അജ്മീർക്ക് പോണത്? എന്തിനാണ് ഏർവാടിക്ക് പോണത്? അവിടുന്ന് ബർക്കത്ത് കിട്ടാനാണ്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ, അപസ്മാരം മാറാൻ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി നിൽക്കാൻ, മനസ്സിലായി, അമ്മായിമ്മൻ്റെ ദ്രോഹങ്ങൾ ശമിക്കാൻ, വീട്ടിലെ കുഴപ്പങ്ങൾ അവസാനിക്കാൻ, ഇതിനൊക്കെ പോണത്. അപ്പോൾ ഇതിനൊക്കെ പോകാൻ ഒരു സ്ഥലമുണ്ടോ സുഹൃത്തുക്കളെ? നമുക്ക് ഇതിനൊക്കെ പോകാനൊരു സ്ഥലം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അല്ലല്ലാത്ത ആരൊക്കെ അല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കി തരാൻ, അല്ലേ? നമ്മളിപ്പോൾ എന്താ കാട്ടേണ്ടത്? അസുഖം വന്നു, നമ്മൾ ചികിത്സിക്കണം. അതൊരു സബബാണ്, ഒരു കാരണമാണ്. മരുന്ന് കുടിക്കണം, ചികിത്സിക്കണം. ആ ചികിത്സകളും മരുന്നിനും അപ്പുറത്തേക്ക് ഒരു പരിപാടി എന്താ ഉള്ളത് സുഹൃത്തുക്കളെ? ഇത് മരുന്ന് കൊണ്ടൊന്നും ശരിയാവണില്ല, അതുകൊണ്ട് എനിക്കിത് സുഖമാക്കി തരണേ എന്നത് അടുത്തൊരു വഴി പ്രാർത്ഥനയാണ്. അതെങ്ങനെ സുഖാക്കും? നമുക്കൊന്നും അറിയാത്ത മറഞ്ഞ വഴിയിലൂടെ സുഖമാക്കി തരും. അങ്ങനെ സുഖമാക്കി തരാൻ നമുക്ക് ആരെയുള്ളൂ? അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅഹു വയക്ഷിഫുസ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർള് അഇലാഹും മഅല്ലാഹ്.
അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു. ജീവിതത്തിൽ പൊറുതിമുട്ടിയവൻ വിളിച്ചാൽ അവന്റെ വിളിക്കുത്തരം നൽകാനും അവന്റെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കാനും ഇലാഹും അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ? അതാ ചോദ്യം സുഹൃത്തുക്കളെ. ഈ കെട്ടിയ നൂല് എങ്ങനെയാണ് നമ്മൾ അപസ്മാരത്തെ തടുക്കുക? ഈ കെട്ടിയ നൂല് എങ്ങനെയാണ് സുഹൃത്തുക്കൾ നമ്മൾ അപസ്മാരത്തെ തടുക്കുക? പണ്ട് പ്രഷർ കുറയാൻ വേണ്ടി ഒരു വളട്ടിന്, അതിനെന്തെങ്കിലുമൊക്കെ ഒരു ശാസ്ത്രീയ കാരണം പറയാൻ വിചാരിക്കുക. എങ്ങനെയാണ് ഈ നൂല് തടുക്കുക? നമുക്കതിനൊരു മറുപടി ഇല്ല. അപ്പോൾ അത് മറഞ്ഞ വഴിയാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ്. അതുകൊണ്ട് അവിടുന്ന് പ്രതീക്ഷിച്ചാൽ അത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെയായി. ഒന്നും വേണ്ട സുഹൃത്തുക്കൾ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞങ്ങൾ പഠിക്കണ കാലത്ത് എൻ്റെ കോളേജിന് തൊട്ടടുത്താണ് മമ്പുറം മക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ആൾക്കാർ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടി നമ്മളവിടെ ദൂരെ പോയി നിൽക്കും, അതൊന്ന് കാണണം. അതായത് അലമുറയിട്ട് കരഞ്ഞ്, ഒരു പക്ഷേ കഅബാലയത്തിൻ്റെ മുമ്പിൽ പോലും നമ്മൾ കാണാത്ത മനം പൊട്ടുന്ന വിളിയാണ് അവിടുന്ന് വിളിക്കുന്നത്. അതുപോലെ മനസ്സിൽ എന്താ? മമ്പുറത്ത് സയ്യിദലവി തങ്ങൾ എന്ത് ചെയ്യും? ഈ വന്ന ആളെ കാണും, അറിയും, വിഷമങ്ങൾ മനസ്സിലാക്കും. എങ്ങനെ മനസ്സിലാക്കും? കാര്യകാരണങ്ങൾക്കപ്പുറത്ത് മനസ്സിലാക്കും, മറഞ്ഞ വഴിയിലൂടെ മനസ്സിലാക്കും. മനസ്സിലാക്കണേ എങ്ങനെ ഒരു സുഹൃത്തുക്കളെ? ഖബറിൻ്റെ ചുറ്റോറ് ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, ചില സംഘങ്ങൾ വരും. 50 ആളും 60 ആളും ഒരു കൊറ്റ ഉസ്താദ ദ്വയരക്കാർ. ഈ 50 ആളെ പ്രശ്നവും മമ്പുറം സയ്യിദലവി തങ്ങൾ കേട്ട് ഉത്തരം നൽകും എന്ന് മനസ്സിലുണ്ടെങ്കിൽ രക്ഷപ്പെടുമോ പരലോകത്ത്? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. ഇനി അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. പരലോകത്ത് അവിടെ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഖബറിങ്ങ വന്നീന്നില്ല എത്രയും ആൾക്കാരൊക്കെ, നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പോലും പറയും. സുഹൃത്തുക്കൾ ആലോചിക്കണം, ചിന്തിക്കണം, എവിടേക്കാണ് ഈ പോണത്? ശരി, ഇതൊക്കെ പിന്നെന്തിനാ? അതിനൊക്കെ ഉത്തരല്ലേ സുഹൃത്തുക്കളെ? പിന്നെ എന്തിനാന്നുള്ളതിന് ഉത്തരല്ലേ? ഈ നാഷണൽ ഹൈവേൻ്റെ ഓരത്തൊക്കെ എവിടെയെങ്കിലും കുറച്ച് മണ്ണ് കൂടിക്കണമെങ്കിൽ അയിമ ഒന്നും കൂടിയൊക്കെ 2 സിമെൻ്റ് ഇട്ട് ഒരു പച്ച തുണി ഇട്ടിട്ട് അവിടെ ചെറിയൊരു ഷെഡും കെട്ടിവെച്ചാൽ ഒരു ദിവസം എത്ര റുപ്യ കിട്ടുക സുഹൃത്തുക്കളെ? എത്ര രൂപയെ കിട്ടും? നിങ്ങൾ ഓരോട് ചോദിച്ചാൽ മതി. ആ പോണ വഴിക്ക് ആ കുറ്റിപ്പുറത്തൊന്ന് വണ്ടി കാർ എടുത്ത് ചോദിച്ചാൽ മതി, ഇവിടെ എത്ര ഉണ്ടാവും ഒരു മാസത്തിലെ ഒരു ദിവസത്തെ വരവ്. അതിന് വേണ്ടി മാത്രം ഇനി അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതിന് കമ്മിറ്റി ഉണ്ട്, അതിന് ട്രസ്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു മക്കാമിൻ്റെ വരുമാനം കൊണ്ടാണ് ഒരു സ്ഥാപനം നടക്കുന്നത്. ആ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് മുഴുവൻ ചിലവ് കൊടുക്കുന്നത്. അതിനത്രയും വരുമാനം വേറെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയാൽ കിട്ടുമോ സുഹൃത്തുക്കളെ? ഒരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയാൽ കിട്ടൂല. അവിടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പരലോകമാണ് നഷ്ടപ്പെട്ടത്. ആരെയും പ്രകോപിപ്പിക്കാനല്ല സുഹൃത്തുക്കളെ, ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല. അല്ല, ഇലാഹാകെ എപ്പോഴാണെങ്കിൽ ഒരു ബർക്കത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണോ പോണത്? അത് ഇലാഹായി, അതൊന്നും വേണ്ട. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ ചെയ്തതല്ലേ ശിർക്ക്? അങ്ങനത്തെ ശിർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മളിങ്ങനെ മരം കൊണ്ട് ബിംബുണ്ടാക്കി, രൂപമുണ്ടാക്കി, മണ്ണുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി അങ്ങനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ അള്ളാഹിനെ കുറിച്ച് അറിയണോലെ തന്നെയാണ് സുഹൃത്തുക്കൾ ഈ അബൂജഹലും കൂട്ടരൊക്കെ. ഓർക്ക് അള്ളാഹിനെ കുറിച്ച് അറിയും. ഓർക്ക് അള്ളാഹിനെ അറിഞ്ഞതിന് അറിവ് എന്താ അറിയും? കഅബന്റെ രക്ഷിതാവ്. ഓർക്ക് അള്ളാഹ് ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ എളുപ്പ വഴിയാണ് കഅബന്റെ നാഥൻ, അതാണ് അള്ളാഹ്. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഭയങ്ങളില്ലാതാക്കി തന്ന, വിശപ്പിൽ നിന്ന് മോചനം തന്ന ഈ കഅബയുടെ നാഥനുണ്ടല്ലോ, ആ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. ഹജ്ജുണ്ടായിരുന്നു, റസൂലുള്ള പേരിൻ്റെ മുന്നേ ഹജ്ജുണ്ട്. ആ ഹജ്ജോല് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെല്ലുന്ന തെൽബിയത്ത് മറ്റൊരു കോലത്തിൽ അവർ ചെല്ലിയിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല. ആരാ പറയണത്? അബൂജഹൽ. നിനക്ക് പങ്കുകാരില്ല. എന്താണ്? ആരാണ്?
അള്ളന്നെ നിശ്ചയിച്ചു കൊടുത്ത ചില പങ്കുകാരുണ്ട്, വേറെ പങ്കുകാരൊന്നുമില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു, അള്ളാഹ് അവർ വിളിക്കുന്നു. ഒന്നുമില്ല. അബ്ദുള്ള നാര സുഹൃത്തുക്കളെ, അബ്ദുള്ള നാരാണ് നബിൻ്റെ വാപ്പക്ക് പേരിട്ടത്. അബ്ദുള്ള നാര പേരിട്ട്, റസൂലുള്ള ഇട്ടതല്ലല്ലോ. അബ്ദുള്ള എന്നാ പേര്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പൻ്റെ പേര്. അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹിനെ അറിയാത്തവർ. അപ്പം അള്ളാഹിനെ അറിഞ്ഞിട്ട് ഓൾക്ക് എന്ത് പേച്ചു സുഹൃത്തുക്കളെ? അത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാണ്. ആരാധിക്കേണ്ടതും വണങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹുവിനെ മാത്രമാണ്. അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവർ പറയുന്ന ന്യായം അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഈ ആയത്തോതുമ്പോൾ എൻ്റെ മനസ്സിക്ക് എന്താ വരാറ്? ഞാൻ സ്കൂളിൽ പഠിച്ച കാലം എനിക്ക് ഓർമ്മ വരാം. ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് ചോറ് കഴിക്കാനും ചായ എടുക്കാനും ഒക്കെ പോകുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് കണ്ടാൽ യാ മുഹിയുദ്ദീൻ എന്ന് പറയും. അപ്പം ഞാനിവരോട് പറയും, സുഹൃത്തെ അള്ളാഹ്ന്നല്ലേ വിളിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അന്ന് വിശദീകരണമാണ്, അള്ളാഹിനെ അങ്ങനെ നേരിട്ടൊന്നും വിളിക്കാൻ പറ്റൂല. അപ്പം അള്ളാഹിനെ അങ്ങനെ നേരിട്ട് വിളിക്കാൻ പറ്റൂല എന്ന് ആ പിഞ്ചു മനസ്സിൽ നിന്ന് വരണമെങ്കിൽ അപ്പോൾ അള്ളാഹ് അള്ളാഹ് നമുക്ക് വിളിക്കാൻ പറ്റൂല. അപ്പോൾ പറയും, ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുത്താലേ ഫീസായി പോകുന്നതാണ്. ആ കുട്ടികൾ പറഞ്ഞതാണ്, അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് വഴിയും ഒക്കെ എടുത്ത് ട്രാൻസ്ഫോമർ വഴിയൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം എന്ന രൂപത്തിൽ അള്ളാഹിനെ നേരിട്ട് വിളിക്കാൻ പറ്റില്ല. ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയൊക്കെ വഴി കൂടി നമുക്ക് അള്ളാഹിനത്തേക്ക് പോകാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഒരു അടിസ്ഥാന വിശ്വാസമായി ഈ പിഞ്ചു കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് എന്താ അറിയോ, ആൾക്കാർക്ക് ആരെ വിളിച്ചാലും യാ റസൂലല്ലാ എന്ന് അള്ളാഹിൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലും ഒന്നും തോന്നുന്നില്ല. ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ അല്ലേ? ഈസാ നബിനെ, യേശു ക്രിസ്തുവിനെ വിളിച്ച് ഓ യേശുവേ അല്ലെങ്കിൽ കന്യാ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അത് ശിർക്കാന്ന് നമ്മളെ മനസ്സിക്ക് തോന്നുന്നു. പക്ഷേ യാ റസൂലല്ലാ, കാണുന്നില്ലേ റസൂലേ, ഞങ്ങളെ സങ്കടം കാണുന്നില്ലേ, കേൾക്കണില്ലേ, ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങളെ വിഷമങ്ങൾ നീക്കണേ, രോഗങ്ങൾ നീക്കണേ എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോൾ നമുക്ക് തോന്നണില്ല ഇത് ശിർക്കാണെന്ന്. എന്താ തോന്നാത്തത് സുഹൃത്തുക്കളെ? നമ്മളെ അങ്ങനെ പഠിപ്പിച്ചത്. അപ്പം നമ്മളെ മനസ്സിലെന്താ, ഇവർ വഴി നമ്മൾ അങ്ങോട്ട് പോകാൻ. ആര് വഴി? ഈ പോണ ആൾക്കാർ അവിടെ നിന്നിട്ട് എന്താ ചെയ്യണമെന്ന് ആർക്കറിയാം സുഹൃത്തുക്കളെ? ഒരു വളരെ ഭക്തി പോലെ കാണുന്നില്ല തങ്ങളെ, അറിയുന്നില്ല തങ്ങളെ, കേൾക്കുന്നില്ല തങ്ങളെ. വിഷമത്തിലാണ് കേട്ടോ. മോൻ പോയിട്ട് 5 കൊല്ലായി, ഓൻ ഗൾഫ് നിക്കാമ കിട്ടാതെ നടക്കാണ്, റൂമിൽ ഒളിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുക തങ്ങളെ എന്നാണ് നേരിട്ട് പറയണേ. നമുക്ക് പറയുമ്പോൾ ഒരു ന്യായം എങ്ങനെ പറയും? എന്ത് നമ്മളെ അടുപ്പിച്ചു തരാൻ വേണ്ടി പറയാണ്. സുഹൃത്തുക്കളെ, 100-ൻ്റെ ഒരു നോട്ട്, ഇല്ലാത്തൊരു 100-ൻ്റെ നോട്ട് എടുത്തിട്ട് ആ മക്ബറിൻ്റെ മേലുള്ള പെട്ടിൻ്റെ ഉള്ളിൽ കിടുമ്പോൾ അയാൾ വിചാരിക്കണില്ലേ ഈ കബറിൻ്റെ ഉള്ളിൽ കിടക്കണോ ഈ 100 രൂപ കാണും, ഈ 500 രൂപ കാണും, 1000 രൂപ കാണും എന്നല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ സുഹൃത്തുക്കളെ? കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊരു പൊരുത്തം എനിക്ക് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പള്ളിക്ക് കയറിയിട്ട് പള്ളിൻ്റെ സംഭാവനക്ക് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് 1000 രൂപ കൊടുക്കുമ്പോൾ അള്ളാഹ് കാണും നമ്മൾ വിശ്വസിക്കണില്ലേ? അള്ളാഹ് അറിയുന്നു വിശ്വസിക്കണില്ലേ? അതേപോലെ തന്നെ മക്ബറയിലെ പെട്ടിയിൽ പണമിടുമ്പോൾ ഈ മഹാനവറുകൾ കാണും, അറിയും. ജനിച്ചിട്ട് 7ാമത്തെ ദിവസം നല്ല തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഖബറിൻ്റെ മുന്നിൽ വന്ന് മോൻ്റെ പേരിട്ട് കൊണ്ടുപോകുമ്പോൾ മരിക്കുന്നത് വരെ ഈ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മക്ബറയിലെ മഹാനയുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ അനുഗ്രഹം കിട്ടുന്നതാണ്. ആ കുട്ടി ജനിച്ചത് അറിഞ്ഞോ സുഹൃത്തുക്കളെ? ഈ മഹാനവറുകൾ അറിഞ്ഞിട്ടുണ്ടെന്നാണോ മനസ്സിൽ? ആ അറിവിനെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അറിവ്. അള്ളാഹു അറിയുന്നു. 1000 ആൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാലും അള്ളാഹ് കേൾക്കും. ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും കേൾക്കും. ചുണ്ടനങ്ങാത്തവൻ്റെ മനസ്സും കേൾക്കും. ആ കേൾവിയൊക്കെ ഈ മഹാന്മാർക്കുണ്ടെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ സുഹൃത്തുക്കളെ അവിടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ന്യായങ്ങൾ വേണം? പിന്നെ ശുപാർശയാണെന്നാണ്.
അള്ളാഹുവോട് ഇവർ ഞങ്ങൾക്ക് ശുപാർശ പറയും. ഇതൊന്നും പുതിയതല്ല സുഹൃത്തുക്കളെ. അന്നത്തെ ആൾക്കാരോട് ചോദിച്ച പോലും പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ഷഫാഅത്ത് പറയാനാണിവർ. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും അധികം നമുക്ക് ഷഫാഅത്ത് ഉപകാരപ്പെടാൻ ആരതാണ്? റസൂലുള്ളാഹിന്റെ ഷഫാഅത്താണ്. വിചാരണക്കെടുക്കാതെ എടങ്ങേറായി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് പരലോകത്ത് ചെയ്യും. നരകത്തിൽ കിടക്കുന്ന ആളുകളിൽ നിന്നും കുറച്ചാളുകളെ മോചിപ്പിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കും. നിങ്ങൾക്ക് കേൾക്കണോ? ആ ഷഫാഅത്ത് ഇപ്പം ചോദിച്ചാൽ കിട്ടുമോ? റസൂലേ, നിങ്ങളുടെ ഷഫാഅത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് ഇപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞാലോ അത് പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കൂല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം കാണൂല. അങ്ങനെ കാണും, അറിയും ഇവിടുന്ന് വിളിച്ചാൽ എന്ന് വിശ്വസിച്ചാൽ കാര്യകാരണങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ അറിയാനും കാണാനും കേൾക്കാനും പറ്റുമെന്നാണ് മനസ്സിലെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാനെ പോലെ ഒരു വിശ്വാസം നബിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ട്, മഹാന്മാരെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. ആലോചിക്കുക. പിന്നെ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ സുഹൃത്തുക്കളെ, ഈ ഖുർആനിൽ ഇതിനൊന്നും ഒരു പരിഹാരം പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, ചികിത്സകൾ കുറേ നടത്തി ഉണ്ടാവണില്ല. അതിനെന്താ പരിഹാരം? എന്താ പരിഹാരം? അള്ളാഹിനോട് പറയാ വഹബ്ലി മിൻ ലദുൻക വലിയ. സക്കരിയ നബി പറഞ്ഞു. സക്കരിയ നബി വസല്ലം എപ്പോഴാ പറഞ്ഞ സുഹൃത്തുക്കളെ? ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅലർ റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ. റബ്ബേ, തലയിൽ ഒരു മുടി നിരക്കാൻ ബാക്കിയില്ല, തീ കത്തണ പോലെ ആയിട്ടുണ്ട്, എല്ലുകളൊക്കെ നുരുമ്പി, എവിടെയെങ്കിലും ഒന്ന് ചവിട്ടിയാൽ എല്ല് പൊട്ടിപ്പോകുന്ന പ്രായം. പക്ഷെ എന്നാലും അല്ലാഹ് ഹബ്ലി മിൻ ലദുൻക വലിയ, എനിക്കൊരു അനന്തരാവകാശിയെ തരണം. കൊടുത്തില്ലേ സുഹൃത്തുക്കളെ? യഹ്യാ നബിനെ കൊടുത്തില്ലേ? അപ്പോൾ എന്തിനാ നമുക്കത് പഠിപ്പിച്ചിരുന്നത്? അള്ളാഹിനോട് ചോദിച്ചാൽ മതി എന്നാണ്. കുട്ടികളെ കിട്ടാൻ അള്ളാഹ് തരാത്തൊരു കുട്ടിനെ വാങ്ങിത്തരാൻ ആർക്കാ പറ്റുക? ആർക്കും പറ്റൂല. അള്ളാഹ് തരാത്തൊരു കുട്ടിനെ വാങ്ങിത്തരാൻ ആർക്കും പറ്റൂല. സുഹൃത്തുക്കളെ, എത്രത്തോളമായി നമ്മുടെ വിശ്വാസം എന്ന് പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടി ജനിച്ചു വന്നാൽ ആൾക്കാർക്ക് ഒരു കറുത്ത വളയോ ഒരു കറുത്ത കുപ്പായോ ഒരു കറുത്ത വിരിപ്പോ ഇല്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. കുട്ടിക്ക് എന്തേലും പറ്റുമോ. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, ഏറ്റവും അധികം അപകട സാധ്യത എപ്പോഴാണ് അറിയുങ്ങൾ? നമ്മളെ പ്രസവിച്ച് കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ ഉമ്മാൻ്റെ അടുത്ത് വിരിച്ച പുതപ്പ് കിടക്കുമ്പോഴല്ല അപകടം പറ്റുക, ഉമ്മാൻ്റെ വയറ്റ് കിടക്കുമ്പോഴാണ്. ജീവനോടെ ഹൃദയമിടിപ്പോടുകൂടെ ഉമ്മൻ്റെ വയറ്റിൽ ആ വെള്ളത്തിലാണ് ആ കുട്ടി കിടക്കുന്നത്. എന്തൊക്കെ അപകടമുണ്ട് അറിയങ്ങൾ. അപ്പം ആ കുട്ടീൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും വല്ല നൂലുണ്ടായിരുന്നോ? ആരെങ്കിലും കറുപ്പ് പുറച്ചിരുന്നോ? ആ 9 മാസം കാവൽ നിന്നത് ആരാണ്? ആ മാതാവിൻ്റെ ഇടുപ്പെല്ലുകൾക്കിടയിലൂടെ ജീവൻ നഷ്ടപ്പെടാതെ ആ കുട്ടി പുറത്തേക്ക് വന്നില്ലേ, പ്രസവിച്ചു വന്നില്ലേ? ആരാണ് കാവൽ? പോരോ സുഹൃത്തുക്കളെ, 2.5-3 കിലോ കുട്ടി ആ ഇടുപ്പെല്ലുകൾക്കിടയിലൂടെ തുമ്മസബീല യസ്സറ, ആ വഴിയെ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. പടച്ചോൻ്റെ തൈന് വഴിയുണ്ട്. ആ പടച്ചോൻ പോരെ സുഹൃത്തുക്കളെ മരിക്കുന്നത് വരെ നമുക്ക് കാവലാവാൻ. സങ്കടം എപ്പോഴാണ് നിങ്ങൾ? ഈ മരിക്കാൻ കിടക്കുന്ന ആളുകൾ അള്ളാന്നൊന്ന് പറയുമ്മ, അള്ളാന്ന് വിളിക്കുമ്മ എന്ന് പറയുമ്പോൾ ബദരീങ്ങളെ എന്ന് വിളിക്കണ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് പൊട്ടിപ്പോവുക. അവസാനത്തെ വിളിയും ആരെയാണ് അറിയങ്ങൾ? ബദരീങ്ങൾ മഹാന്മാർ തന്നെയാണ് സുഹൃത്തുക്കളെ. നമുക്കൊരു സംശയം, ഈ ബദരീങ്ങൾ പറഞ്ഞ ഒരാളല്ല, അത് 313 ആൾക്കാരുണ്ട് ബദർ പങ്കെടുത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത മഹാത്മാക്കളും പുണ്യാത്മ സുഹൃത്തുക്കളെ, ഓലി നമ്മൾ വിളിച്ച കേൾക്കൂ, ഓലി നമ്മളെ പ്രശ്നങ്ങൾ അറിയൂ. റമദാനക്ക് 313 പത്തിരിണ്ടാക്കും ബദരീങ്ങളാണ്ടിന്. ഈ 313 പത്തിരിണ്ടാക്കി നമ്മൾ ഈ ബദരീങ്ങൾ ആണ്ട് കഴിക്കുന്നതിൻ്റെ വിവരം അവർക്ക് കിട്ടുന്നതാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകുന്നതാണ് വിശ്വസിക്കുന്നത്. എവിടെ എത്തി നമ്മൾ ആലോചിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, കുട്ടികളെ കിട്ടാൻ അള്ളാഹോട് ചോദിച്ചാൽ മതി. ഇനി അപകടത്തിൽപ്പെട്ടാലോ? യൂനുസ് നബി അലൈഹി ഇസ്ലാം അപകടത്തിൽപ്പെട്ടു. അങ്ങനത്തെ ഒരു അപകടത്തിലിപ്പോൾ ആരും പെട്ടിട്ടുണ്ടാവില്ല. കടലിക്കാണ് വീണ്, അതിനേക്കാളും വലിയ അപകടം എന്താ? എന്നിട്ട് മത്സ്യം വന്ന് വീഴുകയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? വനാദാ ഫിൽ നുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി ഇസ്ലാം വിളിച്ചു, ഇരുട്ടുകളിൽ കടന്ന് വിളിച്ചു. ആ മത്സ്യം കരക്ക് വന്നു.
പുറത്തേക്കൊന്നില്ലേ? അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയ്യൂബ് നബി അള്ളാഹിനെ വിളിച്ചു. സുഹൃത്തുക്കൾ, അതുകൊണ്ട് ഏത് ദുരിതങ്ങൾ നീക്കിത്തരാനും അള്ളാഹുവോട് പറഞ്ഞാൽ മതി, വേറെ ആരും പാടില്ല. ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ജീവിച്ച് മരിക്കുന്നത് വരെ ഞാൻ അള്ളാഹിനോട് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒരാളോടും പറയാതെയാണ് ഞാൻ മരിച്ചു പോയത്. ഞാനൊരു മിനിമം ചോദ്യം ചോദിക്കണം, ഞാൻ കുറ്റക്കാരനാവോ? ഞാൻ നരകത്തിൽ പോവോ? ഞാൻ പരലോകത്ത് പടച്ചവനോട് ചോദിക്കോ പരലോകത്തെത്തുമ്പോൾ ഇന്നെ മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ, അവിടെ കുറേ അമ്പ്യാക്കളോ ഔലിയാക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓരോടൊന്നും എന്ത് ചെയ്ത് പറയായിരുന്നു എന്ന് എന്നോട് ചോദിക്കോ സുഹൃത്തുക്കളെ? ചോദിക്കോ? ഇതൊക്കെ നമ്മുടെ ഈമാനും ഉള്ള പ്രശ്നമല്ലേ സുഹൃത്തുക്കളെ? ഇതൊന്ന് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കാര്യം. എന്തായാലും ഇതൊക്കെ ഭയങ്കര. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അവർ പറയണം, അവിടെ ഭർത്താവ് മദ്യപാനിയാണത്രേ. അപ്പോൾ മദ്യപാനം മാറാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? മദ്യപാനി ആവാൻ കാരണം ആരോ മാരണം ചെയ്തതാണെന്ന്. എന്നിട്ട് ആ മാരണം വീട്ടിൽ നിന്ന് മദ്യപാനി ആകെ മാരണം ചെയ്തിട്ടാ സുഹൃത്തുക്കൾ, മദ്യപാനി ആവാൻ. ഈ നാട്ടിൽ കള്ളുടിയന്മാരൊക്കെ ഉണ്ടായത് ആരൊക്കെയോ സിഹർ ചെയ്തിട്ട് അവിടെ കള്ളുടിയന്മാരുണ്ടായത്. എന്നിട്ട് അവർ ചികിത്സിക്കണം. അപ്പോൾ അത് എടുത്തുകൊണ്ടിരണമെങ്കിൽ അത് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സാധനം അത് എടുത്തുകൊടുക്കാൻ എന്ത് ചെയ്യണം? ഒരാൾ വരുന്നതാണ്. അയാൾക്ക് വിസിറ്റിംഗ് പൈസ 10,000 റുപ്യ. അതുകൊണ്ട് പിന്നെ വലിയ ആൾ വരും, അയാൾ വന്നിട്ട് അത് കണ്ടുപിടിച്ച് എടുത്തു കൊടുക്കുന്നതാണ്. അത് എടുത്തു കൊടുക്കുമ്പോൾ 12,000 റുപ്യ. ടോട്ടൽ ആ സാധനം കഴിയുമ്പോഴേക്കിന് എത്രയാവുമെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരി, മദ്യപാനം മാറാനാണെങ്കിൽ അയാളോട് ചോദിച്ചു നോക്ക്, കള്ളുടി മാറാൻ ആഗ്രഹമുണ്ടോയെന്ന്. എന്നാൽ ഞങ്ങളെ പെരിന്തൽമണ്ണയിൽ ഒരു ന്യൂ ഹോപ്പ് ഉണ്ട്, അവിടെ കൊടുന്നിട്ടാൽ ഒരു 25 ദിവസം കൊണ്ട് അയാളെ കള്ളുടി മാറും. അതിന് മൊത്തത്തിൽ നിങ്ങൾക്ക് ഇത്ര ഇതിൻ്റെ ഒരു 4 ചിലവ് വരൂല എന്നാണ്. ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, എവിടേക്കാണ് ഈ ജനങ്ങളെ? എന്താണ് ഒരു മനുഷ്യന്മാർക്ക് ഈ ഗൾഫിലൊക്കെ ഉള്ള പല സുഹൃത്തുക്കളും അയച്ചും കൊണ്ടിരിക്കുകയാണ് ഈ പൈസ മുഴുവനും. എന്തൊക്കെ പോകണം? ഒരു ചെറിയ പനി, ഒരു അസുഖം, ഇതിനൊക്കെ സുഹൃത്തുക്കളെ ആവശ്യമുള്ള ചികിത്സ ചെയ്യുക. പിന്നെന്താണ്? എത്ര അള്ളാഹ്ക്കൊരു പേരുണ്ട്, അഷാഫിന്ന്. ഈ ഓടുന്ന ആൾക്കാർക്കൊന്നും അത് അറിയില്ല. അഷാഫി, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അൻത ഷാഫി, അൻത ഷാഫി, നീ ഷാഫിയാണല്ലാ, നീ സുഖപ്പെടുത്തുന്നവനാണല്ലാ. അല്ലാഹ് ഷാഫിയാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് അസുഖം വന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് സൗഖ്യം നൽകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞാണ്, റബ്ബ് മാറ്റും. റബ്ബിന് മാറ്റാൻ പറ്റാത്തൊരു അസുഖമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിൻ്റെ അടിമക്കല്ല പോരെ. ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി. അത് പറയണം സുഹൃത്തുക്കളെ. ഒരിക്കലും വിളിക്കരുത്, അല്ലാത്ത ഒരാളെയും വിളിക്കരുത്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങൾ ഏതാ? ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ, ഖുർആൻ്റെ 1/3 സുലൂസുൽ ഖുർആൻ. അത് ഓതിയ 1/3 കൂലി കിട്ടും. എന്താ അതിലുള്ളത്? അള്ളാഹിനെ പറ്റി തൗഹീദിൻ്റെ സൂറത്താണ്. അതിൻ്റെ മഹത്താലോചിച്ചൊക്കെ നിങ്ങൾ. ആയത്ത് ഏതാണ്? ഖുർആൻ്റെ ഏറ്റവും ഉന്നതമായ ആയത്തുൽ കുർസി. അതിൽ അള്ളാഹിനെ പറ്റിയാണ് പറയണത്, അള്ളാഹിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് പറയണത്, അള്ളാഹിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയണത്. തൗഹീദാണ് ഏറ്റവും മഹത്വമുള്ള വിഷയം. ശിർക്ക് സംഭവിക്കാതെ കാത്തു. സുഹൃത്തുക്കളെ, ഇതിൽ മാത്രമല്ല, നമ്മളെല്ലാവരും ആലോചിക്കേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ അമലാണ് നമ്മളൊക്കെ ചെയ്യണത്? എത്രയൊക്കെ അമലാണ് നമ്മൾ ചെയ്യണത് സുഹൃത്തുക്കളെ? ദീനിനു വേണ്ടി നമ്മുടെ സാധാരണക്കാർ ചെയ്യുന്ന ത്യാഗങ്ങളും അധ്വാനങ്ങളും പറഞ്ഞാൽ തീരൂല. ഈ സ്വലാത്ത് അങ്ങനത്തെ മജ്‌ലിസുകളിലൊക്കെ ഉള്ള ആ അനൗൺസ്മെൻറ്റുകൾ നിങ്ങൾ ഈ യൂട്യൂബിലൊന്ന് അടിച്ചു കൊണ്ടത്. ഓരോ സുഖപ്രസവം കിട്ടാൻ വേണ്ടി 3345, അതേപോലെ തന്നെ ഗൾഫിലുള്ളാക്ക് വിസ കിട്ടാൻ വേണ്ടി 5515 എന്ന് പറഞ്ഞ് ഓരോ തുകകൾ നിശ്ചയിച്ച്, ഇതൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് ആൾക്കാർ കൊടുക്കുന്നത്. നമ്മളെ പള്ളികൾ, നമ്മളെ കാര്യങ്ങൾ, ഒരു പിന്നെ പള്ളിയിലൊക്കെ താമസിക്കുന്ന ഏതെങ്കിലുമൊക്കെ മൗലവിമാരോ ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തങ്ങളുടെ മരുമക്കൾക്ക് പോലും കൊടുക്കാത്ത ഭക്ഷണമാണ് കൊടുക്കുന്നത് ഈ സാധാരണക്കാരൊക്കെ. ഞാൻ പറയണത് സുഹൃത്തുക്കളെ, ഇതിൻ്റെയൊക്കെ കൂലി നമുക്ക് പടച്ചോൻ്റെ അടുത്ത് കിട്ടണ്ടേ? എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂലി പരലോകത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളില്ലാത്ത ഒരു കാര്യം അവിടെ കിട്ടൂല. അത് ശരിക്കും മനസ്സിലാക്കണം. ഒരു കാര്യം അവിടെ കിട്ടൂല. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ.
ഖുൽ ഹൽ നുനബ്ബിഉക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ആ ചോദ്യം നോക്ക് നിങ്ങൾ. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ കേൾക്കൂലേ? അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. എന്താണ്? പ്രവർത്തിച്ചിട്ട് നഷ്ടപ്പെട്ടവരായി. അപ്പോൾ പ്രവർത്തിക്കണമല്ലോ എന്ത് വിചാരിച്ച്? യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, നല്ലതാണ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നാളെ പരലോകത്ത് പാഴായി പോവുക. ഇപ്പം എന്നോടൊരാൾ ഒരു വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ട് ചോദിച്ചു, എന്താണ് റസൂലുള്ളാഹിൻ്റെ പേരിൽ ഒരു 2 ഖത്തം ഹദിയ ചെയ്താലോ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനൊരു ഹദിയ ഉണ്ടോ എന്ന് ഞാൻ സംശയം ചോദിച്ചു. പിന്നെ എനിക്കും സംശയമായി. അപ്പോൾ നിങ്ങളാവുന്ന പറഞ്ഞു തരുന്നതാണ് എനിക്ക് വോയിസ് ഇട്ട്. അപ്പോൾ ഇതിപ്പോൾ സാധാരണക്കാർ പരിപാടിയാണ്, ഹദിയ ചെയ്യുക, ഒരു യാസീൻ ഹദിയ, മരിച്ചുപോയ വാപ്പാക്ക് ഒരു ഫാത്തിഹ ഹദിയ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആരാ പറഞ്ഞുണ്ടാക്കി സുഹൃത്തുക്കളെ? നമ്മളൊരു അമൽ ചെയ്തിട്ട് അത് ഹദിയ കൊടുക്കുക. ആർക്കാ ഹദിയ കൊടുക്കണത്? ഈ മിസ്കീന്മാരായ നമ്മൾ ആർക്കാ ഹദിയ കൊടുക്കണത്? ഇസ്മത്തുള്ള, എല്ലാ പാപവും പുറത്ത, സ്വർഗത്തിൻ്റെ ഏറ്റവും ആത്തി മുഹമ്മദിൽ വസീലത്ത വൽ ഫളീല, ഏറ്റവും ശ്രേഷ്ഠമായ ആ ഏറ്റവും സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന റസൂലുള്ളാഹിക്കാണ് നമ്മുടെ ഹദി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ ഹദി ഒന്നും കൊടുക്കണ്ട. നിങ്ങളൊരു പേജ് ഖുർആൻ ഓതിയാൽ അതിനൊരു കൂലി റസൂലുള്ളാഹിക്ക് കിട്ടും. അതാ പണ്ഡിതന്മാർ പറഞ്ഞു. എന്താ കിട്ടുന്ന കാര്യം? മൻ ദല്ല അലാ ഖൈർ, ഒരു നന്മ പറഞ്ഞു കൊടുത്തതിൻ്റെ കൂലി കിട്ടും. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് റസൂലുള്ളാഹിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ലോകത്തുള്ള ഏത് മുഅ്മിൻ എന്ത് ചെയ്താലും അതിനൊരു പ്രതിഫലം റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ആരെങ്കിലും സഹാബത്ത് ഹദിയ ചെയ്തു? നമ്മളതാ ചിന്തിക്കേണ്ടത്. ശ്രേഷ്ഠന്മാരായ സ്വഹാബത്ത് എത്ര ഫാത്തിഹ ഹദിയ ചെയ്തു, എത്ര യാസീൻ ഹദിയ ചെയ്തു? ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും, എൻ്റെ നൂറ്റാണ്ടാണ് ഉത്തമ നൂറ്റാണ്ട്, പിന്നീട് അതിന് ശേഷം വന്ന നൂറ്റാണ്ട്. സഹാബത്താരെങ്കിലും ഫാത്തിഹ ഓതി ഹദിയ ചെയ്തിരുന്നോ? എന്ത് അമലാണ് ചെയ്യണത് എന്നുള്ളതിനെ പറ്റി ഒരു ബോധവും സുഹൃത്തുക്കളെ ആളുകൾക്കില്ല. എന്ത് ചെയ്യണമെന്ന് നിയമമുണ്ട്. എന്താണ്? വമൻ അറാദൽ ആഖിറ വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഉലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകത്തെ ഉദ്ദേശിക്കണം, പരലോകത്തിന് വേണ്ടി ചെയ്യണം. വസഅലഹാ സഅയഹാ, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്യണം. വിശ്വാസിയായിക്കൊണ്ട്, ശിർക്കില്ലാത്ത വിശ്വാസിയായിക്കൊണ്ട് ചെയ്യണം. ഉലൈക കാന സഅയുഹും മഷ്കൂറ, അവിടെ പ്രവർത്തനങ്ങൾ നന്ദിയോടുകൂടെ സ്വീകരിക്കപ്പെടും. സുഹൃത്തുക്കളെ, എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമുക്ക് ബുഖാരി മുസ്ലിം പറഞ്ഞ ഹദീസിൻ്റെ പുസ്തകമല്ലേ സുഹൃത്തുക്കളെ? ആ പുസ്തകം എടുത്തുകാട്ട്, ആ ഹദീസിൻ്റെ ഗ്രന്ഥം എടുത്തിട്ട് നമ്മൾ അർത്ഥമൊന്നും അറിയാതെ എങ്ങനെ പാരായണം ചെയ്താൽ നമുക്ക് കൂലിട്ടു. റസൂലുള്ളാഹിൻ്റെ വാക്കുകളാണ്, നമുക്ക് കൂലിട്ടു. അർത്ഥമൊന്നും അറിയാതെ എങ്ങനെ പാരായണം ചെയ്താൽ കൂലിട്ടു. ഖുർആനും ഹദീസും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം അതാണ്. എന്ത്? ഖുർആൻ ഓതിയാൽ കൂലി കിട്ടും, അത് തഅബ്ബുദിയാണ്. ഹദീസ് ഓതിയാൽ അതിൻ്റെ ആശയം മനസ്സിലാക്കി ജീവിച്ചാൽ കൂലിട്ടു, പഠിച്ചാൽ കൂലിട്ടു. ഹദീസ് വെറുതെ ഇങ്ങനെ ഇന്നമലാമാല് ബിന്നിയാത്ത് ഒരാൾ വായിച്ചാൽ ആ ഓരോ ഹർഫിനും കൂലി കിട്ടൂല. ഖുർആനാണെങ്കിലോ അലിഫ് ലാം. എന്നിട്ടാണ് നമ്മോട് പറയുന്നത് നൂറുകണക്കിന് ഏട്. കഴിഞ്ഞ ദിവസം പള്ളിക്ക് ഒരു സഹോദരി ഖുതുബയൊക്കെ കേട്ട് ഒക്കെ റെഡി ആയപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ കുറേ ഏടുകൾ കൊടുന്നു. പടച്ച തമ്പുരാനെ, ആ സഹോദരി പറയും, ഇത്ര കാലം ഇത് വായിച്ച് നേരം പോയി എന്നാണ്. ആലോചിച്ച് നോക്കണേ, ചിന്തിച്ച് നോക്കി നിങ്ങൾ. അതൊക്കെ ഒന്നിച്ച് കൊടുന്നു നിൽക്കുകയാണ്. ആലോചിക്കണം നമ്മൾ സുഹൃത്തുക്കളെ, എത്രയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നഷ്ടം ആലോചിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ കൈ പിടിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്ന ഏടുകളല്ലാതെ ഇതിനൊക്കെ എന്ത് പുണ്യമാണ്, എന്ത് മഹത്വമുള്ളത്? ഇനി ചൊല്ലാനാണോ? സ്വലാത്ത് ചൊല്ലിക്കോളി സുഹൃത്തുക്കളെ. അലൈഹി സ്വലാത്തൻ, എൻ്റെ പേര് ഒരാൾ സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 10 അനുഗ്രഹങ്ങൾ ലഭിക്കും. ചൊല്ലിക്കോളിയും, ഖുർആൻ ഓതിക്കോളിയും, പഠിച്ചോളിയും. എന്തൊക്കെ മൗലൂദിൻ്റെ കിതാബുകളും പരിപാടികളും. നമ്മളൊരു കുടിരിക്കലിന് ചെന്നാൽ എന്താ അവിടെ കാണുക? മൗലൂദ്. സഹോദര, ഒരു വീട്ടിൽ ബർക്കത്ത് കിട്ടാനും വീട്ടിൽ നിന്ന് ശൈത്താൻ പോകാനും അള്ളാൻ്റെ റസൂൽ പറഞ്ഞില്ലേ ബക്കറ ഓതിക്കോളിന്ന്. നമ്മൾ ബക്കറ ഓതിയ പോരെ എന്നാരെങ്കിലും മനസ്സിക്ക് അത് വരുന്നുണ്ടോ? സൂറത്തുൽ ബക്കറ പാരായണം ചെയ്താൽ മതി എന്നാർക്കെങ്കിലും മനസ്സ് തോന്നും. എന്താ തോന്നുകയാണ് ചെയ്യുക? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ പുരുഷനെ എവിടുന്നാണ് നിസ്കരിക്കേണ്ടത്? പള്ളിക്കെന്താ നിസ്കരിക്കേണ്ടത്?
എന്നിട്ട് കുറേ ആൾക്കാരെ കുടിയിരിക്കലിൻ്റെ അന്ന് ഈ വീട്ടിൽ കൊണ്ടുവരിക. സുബൈക്ക് പള്ളിക്ക് ബാങ്ക് കൊടുത്ത് ഇമാം അടക്കം പോരാണ് പള്ളിക്കെന്ന്. ബാങ്ക് കൊടുത്താൽ പിന്നെ പള്ളിക്കെന്ന് പോകാൻ പറ്റില്ല എന്ന നിയമം. പിന്നെ ഒന്ന് നിസ്കരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് സുബൈൻ്റെ ബാങ്കും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വരിക, എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുക. ഇപ്പം എന്താണ് ഈ ചെയ്യണത്? ഇതിനെന്ത് വല്ല അടിസ്ഥാനമുണ്ടോ? ഇതിന് വല്ല തെളിവുണ്ടോ? ആരാ ഇതൊക്കെ ചോദിക്കണത് സുഹൃത്തുക്കളെ? ആരും ചോദിക്കണില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് ജീവിതത്തിൻ്റെ ആയുസ്സും സമയവും കളഞ്ഞാൽ അവസാനം എന്താണെങ്കിലും നമ്മൾ പരലോകത്ത് വലിയ ഖേദത്തിന് ഇടയാകും. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും, ഇതൊക്കെ ഇപ്പോൾ ഈ പറയണതൊക്കെ ശരി തന്നെയാണോ, ഇതൊക്കെ വെറുതെ പറയാണോ? ഇതെന്താ കാര്യം കാര്യങ്ങൾ? നമ്മൾ പറയുമ്പോൾ അതിനു മാത്രം തെറ്റിദ്ധാരണകളാണ് നമ്മളെക്കുറിച്ചുള്ളത്. ഈ തെറ്റിദ്ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതൊന്നും അവരുടെ ചെവിയിലേക്ക് കയറൂല. എന്താ? റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ നബി എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ എന്താ, നമ്മളെ മാതിരിയുള്ള ഒരു ആളെപ്പോലെ ഒരാൾ എന്നാ പറയും. സുഹൃത്തുക്കൾ, അങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നബിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയില്ലേ? അപ്പോൾ അങ്ങനെ ഈ മുജാഹിദിൻ്റെ സാസിലൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്താ കേൾക്കാത്ത? അതിങ്ങനെ ഒന്നായിട്ട് സിന്ദാബാദ് വിളിക്കണ ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. വയലിൽ മാത്രമല്ലല്ലോ നബിൻ്റെ പേര് കേൾക്കുക, എപ്പോഴും കേൾക്കൂലേ? അപ്പോഴൊക്കെ നമ്മൾ പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയണം. അത് നമുക്കും അനുഗ്രഹം കിട്ടുന്നൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള മഹത്വത്തിൽ ഒരു സംശയം മുജാഹിദീങ്ങൾക്കില്ല. റസൂലുള്ളാഹിൻ്റെ ശരീരം ഇപ്പോഴും മണ്ണിൽ അതുപോലെ കിടക്കണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല. നമ്മളെ ഈമാനാണ് ഈ പറയുന്നത് സുഹൃത്തുക്കളെ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി. മാത്രല്ല 7 ആകാശങ്ങളും യാത്ര ചെയ്ത, അത്ഭുത യാത്ര പോയ, അമാനുഷികതയുടെ മുഅ്ജിസത്തിന്റെ ഉടമസ്ഥനാണ് റസൂലുള്ളാഹി. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. ഇസ്രാ ഒരു സൂറത്തിന്റെ പേരാണ്, രാപ്പാലായനം. മസ്ജിദുൽ ഹറം എന്ന് മസ്ജിദുൽ അഖ്സ, അവിടുന്ന് 7 ആകാശങ്ങളും കടന്നു വന്നു. നമ്മൾ വിശ്വസിക്കുകയാണ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് മഹാൻ. ചന്ദ്രൻ പിളർന്നു നബിക്കുള്ള ദൃഷ്ടാന്തമായിക്കൊണ്ട്. അത് മക്കത്തെ മുശ്രിക്കുകൾ കണ്ടു. എന്തൊക്കെ മഹത്വങ്ങളാണ് സുഹൃത്തുക്കളെ. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ദുആ എന്നാൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കബൂലാകില്ല വിശ്വസം. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എന്തിനാ താടി സുഹൃത്തുക്കളെ? എന്തിനാ താടി പണ്ഡിതനാകുമ്പോഴും ഖത്തീബാകുമ്പോഴും വെക്കേണ്ട ഒരു സാധനമാണ് താടി എന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തിനാ താടി? റസൂലുള്ളാഹിന്റെ മുഖത്ത് സമൃദ്ധമായ ഒരു താടി ഉണ്ടായിരുന്നു എന്ന് എപ്പോൾ നമ്മൾ കേട്ടോ യഅ്ഫുല്ലിഹ, അന്ന് മുതലാണ് നമ്മൾ താടി വെച്ചത്. ഇനി എന്തൊക്കെ വ്യാഖ്യാനം പറഞ്ഞാലും ഓല് നമ്മളോട് പറയേണ്ടി വരും നബിൻ്റെ മുഖത്ത് താടി ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർ പറയും അള്ളാഹു ഇന്നല്ലാഹ ജമീലും, അള്ളാഹു സുന്ദരനാണ്, അതുകൊണ്ട് സൗന്ദര്യം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ക്ലീൻ ഷേവാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്ന് പറയാറുണ്ട്. ആ ക്ലീൻ ഷേവാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആദ്യം ക്ലീൻ ഷേവ് ചെയ്യാൻ ആരാ? റസൂലുള്ളാഹി അല്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് നമ്മളെക്കാളും മുന്നേ ആരാ ചെയ്യുക? റസൂലുള്ളാഹി ചെയ്യുക, സ്വഹാബത്തല്ലേ ചെയ്യുക? സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹിനെ അത് ഇപ്പോൾ ആൾക്കാർ എന്തിനാണ് മുറിയൻ പാൻറ്, നമ്മളെ കളിയാക്കൽ അങ്ങനെ മുറിയൻ പാൻറ് അറിയും. അതെന്താ സുഹൃത്തുക്കളെ? മാ അസ്ഫലു മിനൽ കഅബൈൻ ഫഫിന്നാർ, നെരിയാണിക്ക് താഴെ പോയാൽ നരകത്തിലാണ്. എന്തിനാ വലിയൊരു മഫ്ത? മുജാഹിദായ പിന്നെ വലിയൊരു മഫ്തയാണ്. എന്തിനാ വലിയൊരു മഫ്ത? ഫൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, മാറിടത്തിലൂടെ താഴ്ത്തിയിടണം. അപ്പോൾ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹമില്ല എന്ന് ആരാ പറയണത് സുഹൃത്തുക്കളെ? ക്ലീൻ ഷേവ് അടിച്ചെടുക്കുന്ന ആൾക്കാർ, നെരിയാണിക്ക് നേരെ തുണിയെടുക്കുന്ന ആൾക്കാർ, ജമാഅത്തിന് വളരെ കൃത്യമായി പള്ളിയിലെത്താൻ സമയം കണ്ടെത്താത്ത ആൾക്കാർ ആണ് പലപ്പോഴും ആരോപണം പറയാൻ. നമുക്ക് പറയാനുള്ളത് ആരോപണം പറഞ്ഞു തെറ്റിദ്ധാരണ. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രത്യേകതകളും മഹത്വങ്ങളും പിന്നെ എന്തുള്ള നിങ്ങൾ റസൂലുള്ളാഹി മലക്കാണോ? ആണോ? അല്ല. റസൂലുള്ളാഹി ജിന്നാണോ? അല്ല. പിന്നെ റസൂലുള്ളാഹി ആരാ? അതിന് ഉത്തരം ഉണ്ടാവില്ലേ? അതിനൊരു ഉത്തരം ഉണ്ടാവില്ലേ സുഹൃത്തുക്കളെ? എന്താ റസൂലുള്ളാഹി ആരാ? മലക്കാണോ? അല്ല. ജിന്നാണോ? അല്ല. പിന്നെ ആരാ? മനുഷ്യൻ. അത് ചോദിക്കുമ്പോൾ നമ്മളും അതിനല്ലേ പറയാം.
ഏത് ഉസ്താദുമാരോട് ചോദിച്ചാലും റസൂലുള്ള മലക്കാണോ ജിന്നാണോ എന്ന് വെച്ചാൽ മനുഷ്യനാന്നാ പറയാം. അത്ര തന്നെ പറയുന്നുള്ളൂ. എന്ത് മനുഷ്യൻ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. പറയണം പ്രവാചകരെ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അവിടെ നിർത്തിക്കണമെങ്കിൽ ശരി, അല്ല യൂഹാ ഇലയ്യ, നിങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത എനിക്കുണ്ട്. എനിക്ക് അല്ലാഹു വഹ്യ് തരുന്നു, അതുകൊണ്ട് ഞാൻ ദൂതനാണ്, പ്രവാചകനാണ്. വരും പാപങ്ങളും കഴിഞ്ഞ പാപങ്ങളും പൊറുക്കപ്പെട്ടവനാണ്, സ്വർഗം ഉറപ്പുള്ളവനാണ്. ആ മഹത്വങ്ങളെല്ലാം അംഗീകരിക്കാതെ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ പൂർത്തിയാവില്ല സുഹൃത്തുക്കളെ. എന്തൊക്കെ തിരക്ക്! പിന്നെ പോലെ പള്ളിക്ക് പോയി നോക്കണം. രാഷ്ട്രീയ പ്രസംഗം പോലെ മെമ്പർമണ് കയറി പറയാം. അത് പള്ളിക്ക് പോയോക്കും പറയില്ല സുഹൃത്തുക്കളെ. പോയോക്കെ ഒരിക്കൽ പോയാൽ പിന്നെ അവിടെ പോവുള്ളൂ. ഈ ജുമാ ഖുതുബ മലയാളത്തിലാണ്. അപ്പോൾ ചോദിക്കുക, റസൂലുള്ള മലയാളത്തിൽ ഖുതുബ നടത്തിയിട്ടുണ്ടോ എന്നാണ്. നമ്മൾ തിരിച്ചു ചോദിച്ചത് എന്താ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ വന്ന ആർക്കെങ്കിലും ഖുതുബ മനസ്സിലാകാതെ പോയിട്ടുണ്ടോ എന്നാണ്. അതിൻ്റെ ഉത്തരം പറയും, റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ വന്ന ഏതെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ മനസ്സിലാകാതെ പോയിട്ടുണ്ടോ? ഇന്നലത്തെ ജുമായിൽ നാട്ടിലത്തെ പള്ളിയിൽ പങ്കെടുത്ത എത്ര പേർക്ക് ഖുതുബ മനസ്സിലായി? എന്താ മനസ്സിലാകാത്ത നിങ്ങൾ? റസൂലുള്ളാഹിൻ്റെ ഖുതുബയുടെ മാതൃക സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ഇനി പോട്ടെ സുഹൃത്തുക്കളെ, റസൂലുള്ള അറബിയിൽ പറഞ്ഞതുകൊണ്ടാണ് അറബിയിൽ പറയുന്നതെങ്കിൽ റസൂലുള്ള മിമ്പറിൽ ഓതിയ ഖുതുബകൾ ഓതിക്കൂടെ? അതാണോ ഓതുന്നത്? അതാണോ ഇമാമിങ്ങൾ എഴുതി ഉണ്ടാക്കിയത് വായിക്കാമെങ്കിൽ ജനങ്ങൾക്ക് സുഹൃത്തുക്കളെ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ദീനിയായി പറഞ്ഞു കൊടുത്തൂടെ? അതിനൊരു തെറ്റും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്നാണ് ആ ഫിത്തന നമ്മളാ തുടങ്ങിയത്. പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണം. സുഹൃത്തുക്കളെ, ഞാൻ വെച്ചിട്ട് മറിയം ബീവി എവിടെയായിരുന്നു? ഖുർആൻ ഓതുകൾക്കറിയാം മറിയം ബീവി എവിടാ താമസിച്ചത്. ഖുർആൻ ഓതി പള്ളിക്കൊരു പെണ്ണിനെ കണ്ടാൽ എന്തോ അത്ഭുതമാണെന്ന് ഖുർആൻ ഓതികൾക്കറിയാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ എവിടെ ഉണ്ടായിരുന്നു? പള്ളിക്കൊക്കെ നേർച്ചയാക്കിയത്. ഇനിയിപ്പോൾ ഉടനെ അത് പിന്നെ റസൂലുള്ളാഹിൻ്റെ മുമ്പുള്ള കാലത്താണെന്നായിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്ന് റിയാദുസ്സാലിഹീൻ എന്ന് പറയുന്ന ഒരു ഹദീസിൻ്റെ കിതാബില്ലേ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പള്ളിയിൽ ഇഅ്തികാഫ്, ജുമഅക്കും ജമാഅത്തിനുമല്ല, പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു. അപ്പോൾ അവർ സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ ആദർശത്തിന് പുറത്തു പോയോ? ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയണം, ആലോചിക്കാൻ വേണ്ടി പറയണം. ഈ പറയണതൊക്കെ വെറുതെ ആരോപണങ്ങൾ പറയല്ലേ സുഹൃത്തുക്കളെ. ദുആ ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറയും, നിങ്ങൾ നമ്മളെ മുജാഹിദ് മദ്രസ് പഠിക്കണ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, മോനെ ഉറങ്ങുമ്പോൾ എന്താ പറയാ? ബിസ്മിക്കല്ലാഹു മാഹിയാവാം. ഉണരുമ്പോൾ എന്താ മോനെ പറയാ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഓൻ പറയും. മാസം കാണുമ്പോൾ എന്താ പറയാ മോനെ? മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എന്താ ചൊല്ല മോനെ? രാവിലത്തെ ദിക്റും ദുആയും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്താ മോനെ? സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് ദുആ ചൊല്ലിയാൽ എന്താ നിങ്ങൾ? രാവിലെ ചൊല്ലിയിട്ട് ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്, രാത്രി ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. ആ ദുആ അറിയോ? നമുക്ക് ദുആ അല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ആ ദുആ അറിയോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ലേ. ഒന്ന് മനസ്സാക്ഷിയോട് ചോദിക്കണം സുഹൃത്തുക്കളെ. ദുആ ഉണ്ട്, മനസ്സ് തട്ടിയ ദുആ ഉണ്ട്. ഖുർആനിലെ എല്ലാ ദുആകളും കാണാതെ പഠിച്ച് ചൊല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥന ഉണ്ട്. റബ്ബനാ സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറം വ മുഖാമാ. എല്ലാ പ്രാർത്ഥനകളും ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, പ്രാർത്ഥനൻ്റെ വലിയ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ കേട്ട് പഠിക്കുക സുഹൃത്തുക്കളെ. പ്രാർത്ഥനാ പഠനം എന്ന് പറഞ്ഞ് പീസ് റേഡിയോയിലുണ്ട് ഒരു പരിപാടി. എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന പഠിപ്പിക്കണ പരിപാടി. ആലോചിച്ച് നോക്കും നിങ്ങൾ. എല്ലാം ചെയ്തിട്ടും അവസാനം ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രം. പിന്നെന്താ നമ്മളെ പറ്റി പറയാം? ഖുർആൻ പരിഭാഷപ്പെടുത്തി നമ്മൾ മാത്രമല്ല സുഹൃത്തുക്കളെ, പരിഭാഷപ്പെടുത്താത്ത ആരുമില്ല ഇവിടെ.
ഏതൊക്കെ ഗ്രൂപ്പുകളും ഏതൊക്കെ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിൻ്റെ പേരിലുണ്ടോ കേരളത്തിൽ ഓരൊക്കെ ബുക്ക് സ്റ്റാളിൽ ചെന്ന് ഞങ്ങൾക്ക് പരിഭാഷ കിട്ടും. പിന്നെ എന്തിനാ അത് നമ്മളെ പേര് പറയണത്? പള്ളിക്ക് കൊണ്ടേക്കൂല എന്ന് മാത്രമേ ഉള്ളൂ, ആൾക്കാർക്ക് കൊടുക്കൂല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചാൽ എല്ലാ പ്രസ്ഥാനക്കാരുടെയും പരിഭാഷ നമുക്ക് കിട്ടും. സുഹൃത്തുക്കളെ, നമ്മളൊന്നും പുതിയത് പറഞ്ഞിട്ടില്ല. നമ്മൾ ആ സഹാബത്തിൻ്റെ വഴിയിലാണ്, സഹാബത്തിൻ്റെ മാർഗത്തിലാണ്. 73 കക്ഷിയാവും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സഹാബത്ത് ചോദിച്ചില്ലേ സ്വർഗത്തുകാരാന്ന്? അപ്പോൾ എന്തിൻ്റെ പേര്? സമസ്തക്കാരാണ്, അല്ലെങ്കിൽ മുജാഹിദീങ്ങളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഇവിടുത്തെ പിന്നെ ഇന്ന ആൾക്കാരാണ്. ഒന്നല്ല റസൂലുള്ള പറഞ്ഞത്, ഞാനും എൻ്റെ സഹാബത്തും ഏത് വഴിയിൽ പോയോ ആ വഴിയിൽ പോകുന്നവരാണ് സ്വർഗത്തിൽ. അതുണ്ടോ നോക്കിക്കോളി. റസൂലുള്ളാഹിയും സഹാബത്തും എന്ത് ചെയ്തോ അത് ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകും, അല്ലാത്തൊരു പോകില്ല. നബിൻ്റെ ജന്മദിനം സഹാബത്ത് ആചരിച്ചോ? നബി ആചരിച്ചോ? അപ്പോൾ സഹാബത്തിൻ്റെ മാർഗ്ഗമല്ല അത്. ഏതെങ്കിലും ഒരു കബർ കെട്ടിപ്പൊന്തിച്ചോ സുഹൃത്തുക്കളെ? അവൻ പച്ച വിരിച്ചോ? സഹാബത്ത് ഇല്ല. സഹാബത്തിന് ഓതാൻ ഒരു മൗലൂദിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു? ഇല്ല. അത് സഹാബത്തിൻ്റെ വഴിയല്ല. സഹാബത്ത് ചെയ്തോ അത് ദീനാണ്. സഹാബത്ത് ചെയ്തില്ലേ ഇന്നു ദീനല്ലാത്ത ഒന്നും പിന്നീട് ദീനാവില്ല. അതുകൊണ്ട് മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന സുന്നത്തിൻ്റെ ആളുകൾ, വൽ ജമാഅ അത് സഹാബത്താണ്. സഹാബത്തിൻ്റെ വഴി സഹാബത്ത് ചെയ്തിരിക്കണം. കബർ തൂർക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ? കബർ തൂർക്കൂലേ നമ്മൾ? ആളെ ഇറക്കി വെച്ചിട്ട്, മയ്യത്ത് ഇറക്കി വെച്ചിട്ട് മേലുള്ള പലകൊക്കെ വെച്ചിട്ട് കബർ തൂർക്കും. അപ്പോൾ കബർ തൂർക്കുമ്പോൾ സൂക്ഷ്മതയുള്ള കാരണവന്മാർ പറയും, എന്താ പറയുക, കുട്ടി ആ പുറത്ത് കിട്ട മണ്ണെടുത്താൽ മതി, ഇത് വേറെ കൊത്തിക്കൊടുന്നേക്കിടല്ല. അപ്പോൾ എന്താ വേറെ മണ്ണ് കൊത്തിക്കൊടുന്നിട്ടാ എന്താ കബർ തൂരൂലേ? നമ്മളെ പൂർവികന്മാരെ സൂക്ഷ്മതയാണ്. കബർ ഉയരം കൂടാതെക്കാനാ സുഹൃത്തുക്കളെ. അത് കബറിനൊരു ഉയരമുണ്ട്, അതിനപ്പുറത്തേക്ക് ഉയരം കൂടാതെക്കാനാണ്. എന്നിട്ട് ആ കബറിൻ്റെ മുകളിലാണ് നമ്മൾ ഇഷ്ടികയും ഹോളോ ബ്രിക്സും കൊണ്ടുവന്ന് കെട്ടിടങ്ങൾ ഉണ്ടാക്കി പെട്ടി വെച്ചിട്ട് നിൽക്കണം. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കിട്ടിയൊരു വസിയത്ത് അബുൽ ഹയ്യാജ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ചത് ഇമാം മുസ്ലിമിലുണ്ട്. അല്ലാ തദ തിംസാലൻ ഇല്ലാ തമസ്തഹു, ഒരു പ്രതിരൂപത്തെയും നീ വിട്ടേച്ചേക്കരുത് അലിയെ. കാരണം ഇവിടെ ഇനി ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾ ആവശ്യമില്ല, എല്ലാവരും തൗഹീദിലായി. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈത, പൊന്തി നിൽക്കുന്ന ഒരു കബറും അലിയെ നീ വിട്ടേച്ചേക്കരുത്. ഇല്ലാ സബ്ബൈതഹു, അതിനെ നിരപ്പാക്കരുത്. റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ് കബർ നിരപ്പാക്കണം. ആലോചിക്കും, ഞാൻ ഇന്നാളൊരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ട്, നമ്മളിപ്പോൾ ഈ നാട്ടിൽക്കണ്ട് വന്നിറങ്ങി നോക്കിയാൽ ഇവിടുത്തെ മുതലാളി ആരാ? ദാ പെരയും അതിൻ്റെ അപ്പുറത്തൊരു ബിൽഡിങ്ങൊക്കെ ഉള്ള അതിൻ്റെ മുതലാളി. ഇതെന്താ? ഇതവിടെ ഇങ്ങനെ ഒരു സീറ്റൊക്കെ മറച്ചൊരുത്തം നിൽക്കണം. നമുക്ക് ആൾക്കാരെ മുതലാളിമാരെയും പാവപ്പെട്ട ഇതേമാതിരി പള്ളിത്തോട് ചെന്നാലും മനസ്സിലാവും. നാട്ടിലെ വലിയ കാരണവന്മാർ വെച്ചാൽ ഓർക്ക് മാർബിളിൻ്റെ ഫലകം, അതും പേര്, ഇപ്പുറത്ത് നല്ല സിമൻറ്റ്. സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളുടെ പൊതുശ്മശാനത്തിൽ മരിച്ചു ചെന്നാൽ ആർക്കെങ്കിലും വല്ല പ്രത്യേകതയുണ്ടോ? നിങ്ങൾ ആ മദീനത്തി മക്കത്തൊക്കെ ഖബർസ്ഥാൻ പറ്റുകയാണെങ്കിൽ ആ ജമാഅത്ത് നിസ്കാരം കണ്ടൊന്ന് ഇറങ്ങി വെക്കൂടുങ്ങൾ. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമോ സഹോദര? മരിച്ചിട്ട് പോലും നീതിയില്ലാത്തത്. പണ്ട് പറയുന്നതൊക്കെ പൊന്താണ്. എവിടെ പൊന്തിന് സുഹൃത്ത്? ഓരോരുത്തർ രാത്രി പോയി കൊണ്ടുപോയി വെക്കാണ്. എല്ലാവർക്കും അവകാശപ്പെട്ട ഭൂമിയിൽ എല്ലാവരുടെ കബറും ഒരുപോലെ ആവണം. അതാണ് നീതിമാന്മാരായ പള്ളി കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത്. അവിടെ മുത്തവല്ലിൻ്റെ കബറിനോ ഉസ്താദിൻ്റെ കബറിനോ കാരണവരുടെ കബറിനോ പള്ളിക്ക് വരിസംഖ്യ കൂടുതൽ കൊടുത്തവരുടെ കബറിനോ ഒരു പ്രത്യേകതയില്ല. ഇനി എന്ത് പ്രത്യേകത മേലുണ്ടാക്കിയാലും ഉള്ളിലത്തെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ സുഹൃത്തുക്കളെ. ഉള്ളിലത്തെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഖബറിൻ്റെ ഉള്ളിലത്തെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ആലോചിക്കല്ലേ ഞാൻ ഈ പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, കുറച്ച് ചിന്തിക്കല്ലേ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയണു, ഇനി മരിക്കുന്നത് വരെ അള്ളാനെ വിളിക്കുള്ളൂ എന്ന് തീരുമാനിച്ചതുകൊണ്ട് എന്തെങ്കിലും കുറ്റം കിട്ടുമെന്നെങ്കിലും മിനിമങ്ങളെന്ന് പോയിട്ടൊന്ന് ആലോചിക്കും. ഈ ചെയ്യണ കാര്യങ്ങൾക്കൊക്കെ വല്ല പ്രമാണവുമുണ്ടോ എന്ന് ചിന്തിക്കൂ സുഹൃത്തുക്കളെ. ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കൂ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ സദസ്സുക്ക് വരാനും പള്ളിക്ക് വരാനൊക്കെ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ ആ പ്ലേ സ്റ്റോർ ഓണാക്കിയിട്ട് പീസ് റേഡിയോ എന്ന് അടിച്ചാൽ മതി. പീസ് സമാധാനം എന്നുള്ള പീസ് അതണ്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ കാണും. പ്ലേ ബട്ടൺ എല്ലാവർക്കും മനസ്സിലാവില്ലേ? തുടങ്ങിയാൽ ഒരു മിനിറ്റ് അതിൻ്റെ ഒച്ച നിൽക്കൂല. നിങ്ങൾ നട്ടപ്പാതിരക്ക് കോയമ്പത്തൂർക്ക് വണ്ടി വിട്ട് പോകുമ്പോഴും രാത്രി 3 മണിക്ക് പീസ് റേഡിയോ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും.
ഖുർആൻ്റെ ക്ലാസ്സുകളും ഖുർആൻ്റെ അർത്ഥങ്ങളുമൊക്കെ. ഞാൻ വിചാരിച്ചതിലേറെ സമയം സംസാരിച്ചു, 10 മണിയായി. സുഹൃത്തുക്കളെ, നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് കോട്ടപ്പാടത്ത് ഇത് തുടരും, നമ്മുടെ വിജ്ഞാനവേദികൾ തുടരും, ക്ലാസ്സുകൾ തുടരും എന്നാണ്, അത് തുടരണമെന്നാണ് ഈ ക്ഷണിച്ച സംഘാടകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കൾ, പറയണം, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കണം. അവസാനം പറയും, മുജാഹിദീങ്ങളെന്നെ കുറേ ഗ്രൂപ്പിലെ കുറേ വിഭാഗമല്ലേ. സുഹൃത്തുക്കളെ, ബേജാറാകണ്ട. എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ഭിന്നിപ്പുകളും കാര്യങ്ങളൊന്നും ഒരു കൂട്ടക്കാരെ കളിയാക്കാൻ നിൽക്കണ്ട. കാരണം എന്താ അറിയോ, അത് എല്ലാവരും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അതൊക്കെ ഇഷ്ടം. മനുഷ്യന്മാരുണ്ട് അവിടെ, ഒരു വീട്ടിലുണ്ടാവും, കുടുംബത്തിലുണ്ടാവും, കല്യാണത്തിനുണ്ടാവും, ഷെയർ മാർക്കറ്റിലാവും, എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾക്കതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് പ്രമാണമാണ് പ്രധാനം. ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, സ്വഹാബത്തിൻ്റെ വഴിയിലുണ്ടോ നോക്കുക, ശരി, അതാ സ്വീകരിക്കുക. ഇത് നമ്മൾ ഓരോരുത്തരും പരലോകത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അത് നമ്മുടെ നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള പ്രശ്നമാണ്. സ്വർഗത്തിലേക്ക് എത്താനുള്ള കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറക്കും. മരിക്കും, പരലോകത്ത് നിങ്ങളുടെ പ്രതിഫലം പൂർത്തിയാക്കി തരും. ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്ത് നിന്ന് രക്ഷപ്പെട്ട് വൗദ്ഖിലൽ ജന്ന, സ്വർഗത്ത് കയറിയാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ വിഭവങ്ങളൊക്കെ നിസ്സാരമാണ്. അതുകൊണ്ട് പിശാച് ചതിക്കും, സമ്പത്ത് ചതിക്കും. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, വഴിപിഴപ്പിക്കാൻ ഒട്ടേറെ ആളുകളുണ്ട്. പിശാച് ചതിക്കും, പുരോഹിതന്മാർ ചതിക്കും, പണ്ഡിതന്മാർ ചതിക്കും, അയൽവാസികൾ ചതിക്കും, കൂട്ടുകാർ ചതിക്കും. എല്ലാവരും നരകത്തിലേക്ക് കൊണ്ടുപോകും. അവർ ചതിയേ ചെയ്യൂ എന്നുള്ളതല്ല, അവരിൽ നിന്നൊക്കെ ചതി വരാം. നാം നമ്മളെക്കുറിച്ച് ജാഗ്രതയായില്ലെങ്കിൽ, നമ്മുടെ തടി നരകത്തിൽ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നാം അപകടത്തിൽ പെട്ടുപോകും. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹിൻ്റെ ദീന് ശരിയായി മനസ്സിലാക്കാനും ഖുർആൻ പഠിക്കാനും ഹദീസുകൾ പഠിക്കാനും ദീനനുസരിച്ച് ജീവിക്കുവാനും നാളെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ ഖബറുകളെ അള്ളാഹുവെ നീ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനെ, അള്ളാഹു ഞങ്ങൾക്ക് നീ അറിവിനെ വർദ്ധിപ്പിച്ചു തരണമെന്നാഥ. അള്ളാഹുവെ, ഈമാനോട് കൂടെ നിൻ്റെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണമേ. റഹ്മാനെ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ